ഹരേ കൃഷ്ണ. ശ്രീമദ് രാമായണ സത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടമാസത്തോട് അനുബന്ധിച്ച് നമ്മൾ അതിപാവനമായ ശ്രീമദ് രാമായണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാൽമീകി രാമായണം. ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്തത് ഭഗവാൻ താടകയെ വധിക്കുകയാണ്. വിശ്വാമിത്ര മുനിയുടെ ആശ്രമത്തിലേക്ക് ഇനി യജ്ഞത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ രാമൻ. കണ്ടില്ലേ എങ്ങനെയുണ്ട്? നല്ല ചേലായിട്ടില്ലേ? എത്ര ഭംഗിയായി നോക്കുക. വില്ലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ആളങ്ങ് മാറിയല്ലേ? ആ കുട്ടിത്വമൊക്കെ പോയി ഇപ്പം ഒരു വീരശൂര പരാക്രമിയായിട്ട് ഭഗവാൻ നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു കീർത്തനം വെച്ച് നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. രാമ 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 രാമ
രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ
Ram 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 Rama Krishna Govinda Madhava Keshava Panduranga Vitthala Srinivasa Rama Krishna Govinda Madhava Keshava Panduranga Vitthala Srinivasa Rama 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 ഭഗവാനേക്കാൾ എന്ത് രസമല്ലേ? വെല്ലു പിടിച്ചപ്പോഴത്തേക്ക് ആളുടെ മൂടൊക്കെ മാറി. ഭഗവാൻ നേരത്തെ എപ്പോഴും ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഓമനത്വമായിരുന്നു. അപ്പോൾ വെല്ലു പിടിച്ചപ്പോഴത്തേക്ക് ആളും ഒരു വീര്യത്തോട്ട് പോവുകയാണ്. ഭഗവാന്റെ മൂഡ് പോയെന്ന് പറഞ്ഞാൽ വേറൊരു മൂഡിലോട്ട് ഭഗവാൻ പോവുകയാണ്. അന്നേരം ഇതാണ് ഭഗവാൻ, ഒരേ ആൾ തന്നെ, യാതൊരു സംശയമില്ല. ഭഗവാൻ തന്നെ രാമനാവുകയാണ്. കാലിന് വേദനയില്ല, വിഷമിക്കേണ്ട. അത് ചെറുതായിട്ടൊരു വിരലൊന്ന് മുറിഞ്ഞതേ ഉള്ളായിരുന്നു. വിരൽ മുറിഞ്ഞില്ല, ചെറുതായിട്ട് സ്കിന്നൊന്നും ഇതായി, ഇത്രയേ ഉള്ളൂ. എന്തോ വലുത് വരാനിരിക്കുമായിരുന്നു, അതിങ്ങനെ അങ്ങ് പോയി, അത്രയേ ഉള്ളൂ അല്ലേ? ഭഗവാന്റെ ഒരു നിയോഗത്താൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടങ്ങ് പോകും. ഹരേ കൃഷ്ണ. ഇനി ഇന്ന് നമ്മുടെ സത്സംഗം ആരംഭിക്കാം.
Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Narayanam Namaskrityam Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamudire Ashtaprayesho Patresho Nityam Bhagavata Sevaya Bhagavati Uttama Shloke Bhaktir Bhavati Naishtaki Krishnaya Vasudevaya Devaki Nandanaya Cha Nandagopakkumaraya Govindaya Namo Namah. Om Ajnanatimirandasya Jnananjanashalaghaya Chakshurunmilitam Yena Tasmai Shri Gurave Namah. Shri Chaitanya Mano Vishtam Sthapitam Yena Bhutale Swayambhrupagadamyam Dadadi Swapadantikam Vandeham Shri Gurum Shri Yuta Padakamalam Shri Gurum Vaishnavamscha Shri Rupam Sagrajatam Sagana Raghunathanvidam Tam Sajivam Sadvaitam Savadutam Parijana Sahitam Krishna Chaitanya Devam Sri Radha Krishna Padan Sagana Lalita Sri Vishakhanvitam Cha. He Krishna Karuna Sindhu Dinabandho Jagatpate Gopesha Gopika Kanta Radha Kanta Namostade Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vishabhanu Sude Devi Pranamami Haripriye Namah Vishnupadaya Krishna Prashtaya Bhutale Srimade Jayapadaga Swamin Iti Namine Namacharya Padaya Nitaya Kripa Pradayane Gaurakata Dhamadaya Nagaragramatarini Namah Vishnupadaya Krishna Prashtaya Bhutale Srimade Bhakti Vedanta Swamin Iti Namine Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshatarini Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Srivasadi Gaur Bhakta Vrinda Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram Ram Hare 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 Krishna 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 Hare 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 Ram Ram Hare Hare Mugam Karoti Vachalam Bangam Lankayate Girim Yat Kripatamaham Bande Sri Gurum Dinadarinam Paramananda Madhavam Sri Chaitanya Vishram Hari Om Tat Sat. Ram Naam ke हीरे मोती सांसों में समारे मन में राम बसरे राम नाम के हीरे मोती सांसों में समारे मन में राम बसरे बोलो राम बोलो राम बोलो राम बोलो राम सीताराम जय राम. ഇനി താടകവധത്തിന് ശേഷം ഒരുപാട് അസ്ത്രങ്ങളൊക്കെ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഭഗവാന് കൊടുക്കുകയാണ്. വിശ്വാമിത്ര മുനി ഒരുപാട് അസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം വാമന അവതാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് വാമനമൂർത്തിയായിട്ട് വന്നത്. ആ അവതാരങ്ങളൊക്കെ ഭഗവാൻ കേട്ടു. സിദ്ധാശ്രമത്തെക്കുറിച്ചും പറയുകയാണ്. ഇനി 31-ാമത്തെ എങ്ങനെയാണ് ഭഗവാൻ ആ യജ്ഞശാലയെ സംരക്ഷിക്കുന്നത് നമുക്ക് നോക്കാം. രാമ 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 അദത്താം രജനീം തത്ര കൃതാർത്ഥോ രാമലക്ഷണോ ഉഷൂതരേ മുദിതോ വീര്യോ പ്രഹർഷ്ടേന അന്തരാത്മന. അങ്ങനെ ആ ഒരു രാത്രിയിൽ ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. ഭഗവാന് ട്രാവലിംഗ് വലിയ ഇഷ്ടമാണ് ശ്രീരാമചന്ദ്രമൂർത്തിക്ക്. അന്നേരം അതുകൂടാതെ അവിടുത്തെ കഥകളും ഒക്കെ കേൾക്കാൻ, ചരിതമൊക്കെ കേൾക്കാൻ ഭഗവാന് വലിയ ഇഷ്ടമാണ്. സീതാദേവി എത്താറായില്ലേ? ഉടൻ തന്നെ എത്തും. ഈ ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആളെത്തും. അന്നേരത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാന് വലിയ സന്തോഷമായിട്ട് ആശ്രമത്തിലെത്തിയപ്പോൾ പ്രഭാതായം തു ശർവര്യാം കൃത പൗർവ
ആഹ്നിക ക്രിയോ വിശ്വാമിത്രം ഋഷീം ച അന്യാൻ സഹിതോ ജഗ്മതു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അന്നേരത്തേക്ക് വിശ്വാമിത്ര മുനി ബാക്കിയുള്ള ഋഷിമാരും എല്ലാവരും ഉണർന്നു. അഭിവാദ്യ മുനിശ്രേഷ്ഠം ജ്വലതം ഇവ പാവകം ഉച്ചധുരം പരമോദാരം വാക്യം മധുരഭാഷിണോ. അവരെല്ലാം വിശ്വാമിത്രനെ കണ്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇമോസം മുനീശാർദൂലം കിങ്കരോ സമുപസ്ഥിതൗ അജ്ഞാപായ മുനിശ്രേഷ്ഠ ശാസനം കരവാവകിം. ഋഷിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ട് വിശ്വാമിത്ര മുനി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞാലും. ബാക്കിയുള്ള ഋഷിമാരൊക്കെ വന്ന് ചോദിച്ചു. ഏവമുക്തേ തയോ വാക്യം സർവ ഏവ മഹർഷയെ വിശ്വാമിത്രം പുരസ്കൃത്യ രാമം വചനം അബ്രുവൻ. അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ വിശ്വാമിത്ര മുനി രാമനോട് ഇങ്ങനെ സംസാരിച്ചു. മൈഥിലസ്യ നരശ്രേഷ്ഠ ജനകസ്യ ഭവിഷ്യതി യജ്ഞപരമധർമ്മിഷ്ഠ തത്ര യാസ്യമേ വയം. പുരുഷന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള രാമ, ഏറ്റവും ധർമ്മത്തിന് വേണ്ടി വലിയ ഒരു ഇത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇത് ചെയ്യുകയാണ്. ഈ ഋഷിമാരെല്ലാം അങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയാണ്. തം ചൈവ നരശാർദൂലം സഹ അസ്മാഭിരം ഗമിഷ്യസി അദ്ഭുതം ച ധനുരത്നം തത്ര ത്വം ദൃഷ്ടും അർഹസി. രാമ, ശാർദൂലമേ, അങ്ങ് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. ആ വലിയൊരു രത്നമായിട്ടുള്ള ആ ഒരു ധനുഷിനെ കാണാൻ പറ്റും നിനക്ക്. തദ്ദീപൂർവം നരശ്രേഷ്ഠദത്തം സദസി ദൈവത്തെ അപ്രമേയബലം ഘോരം മകേ പരമഭാസ്വരം. ഇത് നേരത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും ശക്തിയുള്ള ഒരുപാട് ശക്തിയുള്ള ആ ഒരു ബാണമാണത്. അത് മിഥില രാജൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് ആ ഒരു യജ്ഞം ചെയ്യുന്ന സമയത്ത്. ന അസ്യ ദേവ ന ഗന്ധർവോ നാസുര ന ച രാക്ഷസ കർത്തുമാരോപണം ശക്ത ന കഥം ജനാമാനുഷ. സാധാരണ ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ അസുരന്മാർക്കോ മനുഷ്യർക്കോ തീർച്ചയായിട്ടും ഇതിനെ ഉയർത്താൻ പറ്റത്തില്ല. അത് ഞാണ് പോലും കെട്ടാൻ പറ്റത്തില്ല. ധനുഷസ്യ തസ്യ വീര്യം ഹി ജിജ്ഞാസന്തോ മഹീക്ഷിത നശൈകൂരാരോപിയതും രാജപുത്ര മഹാബല. പല രാജാക്കന്മാരും ആ ഒരു ധനുഷിനെ കുറിച്ച് കേട്ട്, ആ ഒരു വില്ലിനെ കുറിച്ച് കേട്ടിട്ട്, അതിൻ്റെ ശക്തിയെക്കുറിച്ച് കേട്ടിട്ട് ആകാംക്ഷഭരിതരായിട്ട് വന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ അവരാരും അതിൻ്റെ ഞാണ് കെട്ടാൻ ഒരു പ്രാപ്തിയില്ലാതെയായി. തദ്ധനുർനരശാർദൂലം മൈഥിലസ്യ മഹാത്മന തത്ര ദ്രക്ഷ്യസി കാകുതസ്ഥ യജ്ഞം ച പരമദ്ഭുതം. അങ്ങനെ മിഥിലയിൽ നമുക്ക് പോവുകയാണെങ്കിൽ ആ ഒരു വില്ല് കാണാൻ പറ്റും. എന്നിട്ട് ആ ജനക മഹാരാജനെയും കാണാൻ പറ്റും. ആ ഒരു യജ്ഞവും കാണാൻ പറ്റും. രാമ, അവിടുന്ന് എൻ്റെ കൂട്ടത്തിൽ വരാം. തദ്ദീയജ്ഞഫലം തേന മൈഥിലേന ഉത്തമം ധനു യാചിതം നരശാർദൂലം സുനാഭം സർവദേവതൈ. അന്നേരം ദേവരാതൻ ഈ മുതുമുത്തച്ഛനായിട്ടുള്ള ജനകരാജാവിൻ്റെ ഒരിക്കൽ ഒരു യജ്ഞം ചെയ്തു. അതിൽ പ്രാർത്ഥിച്ചു, ഒരു ശക്തമായിട്ടുള്ള ഒരു വില്ല് വേണം എന്നാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് ഏകാദശി അല്ലല്ലോ? കുറച്ച് പേര് ചോദിക്കുന്നു, ഇന്ന് ഏകാദശിയാണോ? ഏകാദശി 20-ാം തീയതിയാണ്, ഇന്നല്ല.
ഏറ്റവും നല്ല ശക്തമായിട്ടുള്ള ഒരു വില്ല് വേണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെയാണ് ആ ഒരു യജ്ഞം അദ്ദേഹത്തിന് ലഭിച്ചത്. ആയാഗഭൂതം നൃപതേ തസ്യ വേശ്മനി രാഘവ അർച്ചിതം വിവിധൗ ഗന്ധവൈ ധൂപൈ ച ഗുരു ഗന്ധഭി. എല്ലാ ദിവസവും ഈ വില്ലിൻ്റെ ആരാധന നടക്കാറുണ്ട്. പ്രത്യേകിച്ചും ധനുർ ഉത്സവം എന്ന് പറയുന്ന സമയത്തൊക്കെ. അതുകൊണ്ടാണത് മിഥിലയിലുള്ള കൊട്ടാരത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്. പല രീതിയിലുള്ള ചന്ദനം കൊണ്ടും പല രീതിയിലുള്ള സുഗന്ധദ്രവ്യങ്ങളാലും ഇതിലുള്ള ഒരു ആരാധന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏവമുക്ത്വാ മുനിവര പ്രസ്ഥാനം അകരോ തഥാ സർഷി സംഘം സഗുസ്ത ആമന്ത്ര്യം വനദേവത. അങ്ങനെ അവരെല്ലാവരും യാത്രയായി. അങ്ങനെ അവരുടെ യാത്ര തുടങ്ങുകയാണ്. ഈ 31-ാമത്തെ ഇവിടെ ആ ഒരു അവരുമായിട്ടുള്ള യുദ്ധം, സുബാഹുവായിട്ടുള്ള അതിവിടെ വന്നില്ലല്ലോ, നമ്മളത് ചർച്ച ചെയ്തില്ല. ഞാനത് നോക്കുവാണ് എവിടെയാണതെന്ന്. ഓക്കെ, ഇതിന് മുമ്പേ ഉള്ള സർഗത്തിലായിരുന്നു. അന്നേരം നമുക്കത് നോക്കാം. ഓക്കെ, 30-ാമത്തെ സർഗമാണ്. അത് നമുക്ക് ഉടനെ ചർച്ച ചെയ്യാം. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി, ക്ഷമിക്കണം. അതത്തോ ദേശകാലജ്ഞോ രാജപുത്രോ അതിധമോ ദേശകാലേ ച വാക്യജ്ഞോ അബ്രുതാം കൗശികീം വച. ആ ശത്രു വിനാശകനായിട്ടുള്ള രാമലക്ഷ്മണന്മാർ, അവർ എപ്പോഴും ദേശകാലം അനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാവുന്നവർ, അവർ രാജകുമാരന്മാർ വിശ്വാമിത്രനോട് ഇങ്ങനെ ചോദിച്ചു: ഭഗവാൻ ശ്രോതുമിച്ഛാപ യസ്മിൻ കാലേ നിശാചരോ സംരക്ഷണീയതോ ബ്രൂഹീന അതിവർത്തതേ തത്ക്ഷണം. വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ ചോദിക്കുകയാണ്, ആ നിശാചരന്മാർ എപ്പോഴാണ് ഇതൊക്കെ തകർക്കാനായിട്ട് വരുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നങ്ങ് പറഞ്ഞു നൽകിയാലും. അതുകൊണ്ട് അങ്ങ് എല്ലാം പറഞ്ഞു നൽകണം എന്ന് പറയുകയാണ്. ഏവം ബ്രുവാണോ കാകുതസ്ഥോ ത്വരമാണോ യുത്സയാ സർവതേ മുനയാ പ്രീത പ്രശംസം സുര നൃപാത്മജോ. ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. ആ കാകുടസ്ഥ വംശത്തിൽ വരുന്ന, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വലിയൊരു യുദ്ധം തന്നെയായിരിക്കും എന്ന് എല്ലാവരും സന്തോഷത്തോടുകൂടി വിചാരിച്ചു. അധ്യാപ്രഭൃതീഷടരാത്രം രക്ഷതം രാഘവോ യുവാം ദീക്ഷാം ഗതോ ഹി യേഷാ മുനിർ മൗനിത്വം ഗമിഷ്യതി. അന്നേരം ഭഗവാനോട് പറയും, രാഘവ, ഇന്നു മുതൽ 6 ദിവസവും രാത്രിയും നീ ഒരു യജ്ഞത്തെ സംരക്ഷിക്കണം. ഇനി വിശ്വാമിത്ര മുനി മൗനവ്രതത്തിലൂടെ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇനി മുതൽ 6 ദിവസം നീ യജ്ഞശാലയെ സംരക്ഷിക്കണം. തൗ തേ തദ്വചനം ശ്രുത്വാ രാജപുത്രോ യശസ്വിനോ അനിദ്രോ ഷട്ട് അഹോരാത്രം തപോവനം രക്ഷതാം. ഇത് കേട്ടുടൻ തന്നെ ഈ 2 രാജകുമാരന്മാർ ഉറങ്ങാതെ ആ ഒരു യജ്ഞത്തെ 6 ദിവസവും 6 രാത്രിയും കാവൽ നിന്നുള്ളത്. ഉപാസം ചക്രതുരോ വീരോ യത്തോ പരം തന്വിനൗ രരക്ഷതൂർ മുനിവരം വിശ്വമിത്രം മരിതമോ. ആ യജ്ഞശാലയ്ക്ക് ചുറ്റും വളരെ ജാഗ്രതയോടുകൂടി ശത്രുവിനാശകനായിട്ടുള്ള രാമൻ ലക്ഷ്മണന്മാർ കാവലായിട്ട് നിൽക്കുകയാണ്. അവരുടെ ആ ഘോരമായിട്ടുള്ള ഒരു വില്ലും ധരിച്ചുകൊണ്ട്. അധകാലേ ഗതേ തസ്മിൻ ഷഷ്ടേ അഹനീ തഥാഗതേ
സൗമിത്രം അബ്രവീദ് രാമോ യത്തോ ഭവ സമാഹിത. ആ ഒരു 6 ദിവസങ്ങൾ കഴിയാറായപ്പോൾ 6ാമത്തെ ദിവസം വന്നു. രാമൻ സൗമിത്രിയെടുത്ത് പറഞ്ഞു, വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക, അല്ലേ? രാമൻ ലക്ഷ്മണനും കൂടെ ഒന്നിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അന്നേരം പറയുകയാണ്, ലക്ഷ്മണ ഇനി വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതനായിട്ട് ഇരിക്കുക. രാമസ്യ ഏവം ബ്രുവാണസ്യ ത്വരിതസ്യ യുത്സയ പ്രജ്വാല തതോ വേദി സ ഉപാധ്യായ പുരോഹിത. അങ്ങനെ രാമൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ യജ്ഞത്തിൽ അഗ്നി വളരെ ആളിക്കത്തുകയും ആ വിശ്വാമിത്ര മുനി എല്ലാവരും ഇങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുക. സദർഭം ചമസ സ്തൃക്കാസ സമിത കുസുമോച്ഛയ വിശ്വമിത്രേന സഹിത വേദി ജജ്വാലസ ഋത്വിജ. അവിടെ എല്ലാം യജ്ഞത്തിന് വേണ്ടുന്ന പാത്രങ്ങളും പുഷ്പങ്ങളും അതെല്ലാം വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ അഗ്നി അവസാന ദിവസമാണ്. അഗ്നി ഇങ്ങനെ കത്താൻ തുടങ്ങി. മന്ത്രവച്ച തഥാന്യായം യജ്ഞോ പരിസമാപിക്കാൻ പോവുകയാണ്. യജ്ഞോ അസോ സംപ്രവർത്തതേ ആകാശേ ച മഹാൻ ശബ്ദ പ്രാദുരാസിത് ഭയാനക. കണ്ടില്ലേ, കറക്റ്റ് തീരാറാകുമ്പോഴാണ് അവർ വരുന്നത്. അതായത് ഉടനെ വലിയ ശബ്ദങ്ങളൊക്കെ ആ വൈദിക രീതി അനുസരിച്ച് യജ്ഞത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനിക്കാറായപ്പോൾ വല്ലാത്ത ഭയാനകപരമായിട്ടുള്ള ശബ്ദം ആകാശത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. ആവാര്യഗഗനം മേഘോ തഥാ പ്രവർഷി ദൃശ്യത്തെ തഥാ മായാം വികുർവാണി രാക്ഷസോ ഭ്യധാവതാം. എങ്ങനെയാണോ വലിയ ശക്തമായിട്ടുള്ള കാർമേഘങ്ങൾ വന്ന് അതിൽ നിന്ന് ഇടിവെട്ടുന്നത്, അതേപോലെ 2 വലിയ രാക്ഷസന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മാരീച ച സുബാഹു ച തയോരനുചരോ തഥ ആംഗയം ഭീമസങ്കാശ രുധിര ഓഗാൻ അവാസൃജൻ. മാരീചനും സുബാഹുവാണ് അവിടെ എത്തിയത്. ഏറ്റവും ശക്തമായിട്ടുള്ള 2 രാക്ഷസന്മാർ. അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുമുണ്ട്. അവരെല്ലാം രക്തം ഒഴിക്കാൻ തുടങ്ങി അതിലോട്ട്, യജ്ഞകുണ്ഡത്തിലേക്ക്. താം തേന രുധിര ഓഘേന വേദീം വീക്ഷ സമുക്ഷിതാം സഹസാ ആബിധൃതോ രാമതാന അപശ്യത്തോ ദിവി. ഇത് കണ്ടുടൻ തന്നെ രാമൻ യജ്ഞത്തിൻ്റെ അടുത്തേക്ക് ഓടി. ഉടൻ തന്നെ രാക്ഷസന്മാരെ കണ്ടു. തോ ആപതന്തോ സഹസാ ദൃഷ്ട്വാ രാജീവലോചന ലക്ഷ്മണം താ അഭിസംപ്രേക്ഷ്യ രാമോ വചനം ബ്രവീത്. ഇനി രാമൻ്റെ ഡയലോഗ് ആയിരിക്കും കേട്ടല്ലോ. ഇതെല്ലാം ഈ രാക്ഷസന്മാരെ കണ്ടപ്പോൾ ആ ഒരു യജ്ഞത്തിൻ്റെ ആ ഒരു അഗ്നിയെ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവനെ കണ്ടിട്ട് രാജീവലോചനൻ ലക്ഷ്മണനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, പശ്യ ലക്ഷ്മണ ദുർവൃത്താൻ രാക്ഷസാൻ പിശത് അശനാൻ മാനവാസ്ത്ര സമാധൂതാൻ അനിലേന യഥാ ധനാൻ കരിഷ്യാമി ച സന്ദേഹോ ന ഉത്സഹേ ഹന്തും ഈദർശാൻ. ലക്ഷ്മണ, ഞാൻ പൊതുവെ ഇങ്ങനെയുള്ളവന്മാരെ, കാരണം അത്രയ്ക്ക് ലോ ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ പൊതുവെ വധിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്നാലും അവരെന്താണ്, ഞാൻ അയക്കുന്ന ഈ ഒരു അസ്ത്രം നോക്കൂ, ഇതുകൊണ്ട് അവർ എത്രയോ ദൂരത്ത് പോകും എന്ന് പറഞ്ഞിട്ട് രാമൻ ആ ഒരു ശക്തമായിട്ടുള്ള മാനവാസ്ത്രം എടുക്കുകയാണ്. മാനവാസ്ത്രം എടുത്തു. ഇതി ഉത്വാ വചനം രാമ ചാപേ സന്ധായ വേഗ്വാൻ മാനവം പരമുദാരം അസ്ത്രം പരമഭാസ്വരം ചിക്ഷേവ പരം ക്രുദ്ധോ മാരീച ഉരസി രാഘവ. അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ശക്തമായിട്ടുള്ള മാനവാസ്ത്രം ഭഗവാൻ വില്ലിലേക്ക് കൊടുത്തു. അതിനുശേഷം നേരെ
മാരീചിൻ്റെ നെഞ്ചത്ത് തന്നെ ഒരസ്ത്രം എടുത്ത ഒറ്റയായപ്പോൾ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെയുള്ളവന്മാർ എനിക്ക് കൊല്ലാൻ താല്പര്യമില്ല, പക്ഷേ എൻ്റെ ഈ അസ്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അവന്മാർ തെറിച്ചു പോകുന്ന കണ്ടോ. ഭയങ്കര രസമാണ് രാമായണം. ഭഗവാൻ എല്ലാം ത്രില്ലാണ്, ഫണ്ണാണ് ഭഗവാൻ. ഇത് ഉത്വാവചനം രാമ. കാരണം ഈ മാരീചനും ഇനി ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, ഭഗവാന് വേണ്ടി ഒരുപാട് വർക്ക് ഇനി ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് ഇതി യുക്വാവചനം രാമ ചാപേ സന്ധായ വേഗവാൻ മാനവം പരമുദാരം അസ്ത്രം പരമഭാസ്വരം ചിക്ഷേപ പരമം ക്രുദ്ധോ മാരീചൗരസി രാഘവ സതേന പരമാസ്ത്രേണ മാനവേന സമാഹിത സമ്പൂർണം യോജനാശതം ക്ഷിപ്രം സാഗര സംപ്ലവേ. 100 യോജന ഹനുമാൻ സ്വാമി ചാടിയതാണ് ലങ്കയിലേക്ക്. 100 യോജന, അത്രയും യോജന ആൾ തെറിച്ചു പോയതാണ്. നല്ല ശക്തമായിട്ടുള്ള ആ മാനവാസ്ത്രം കൊണ്ട് മാരീചൻ 100 യോജന തറ തൊടിച്ചില്ലെന്നുള്ളതാണ്. നേരെ 100 യോജന തെറിച്ചു പോയി നേരെ സമുദ്രത്തിൽ ചെന്ന് വീണു എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു പോകണം. വേണമെങ്കിൽ ഡയറക്റ്റ്ലി അവനെ കൊല്ലായിരുന്നു, പക്ഷെ ഭഗവാൻ മനസ്സിലായി ഇവൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതുകൊണ്ട് പിന്നെ ഭഗവാൻ പറഞ്ഞു, ലക്ഷ്മണ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ കൊല്ലുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല, പക്ഷേ അത്രയ്ക്ക് ലോ ക്ലാസ് ആൾക്കാരാണ്. ആ ഒരു അർത്ഥത്തിൽ ഭഗവാൻ പറയുക. അതുകൊണ്ട് ഞാൻ എൻ്റെ മാനവാസ്ത്രം കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കണം. നിലം തൊടിക്കാതെ ഒറ്റ അസ്ത്രം സുപ്പെന്ന് പറഞ്ഞിട്ട് പോയി 100 യോജന തെറിച്ചു പോയി എന്നുള്ളതാണ്. എന്നിട്ട് നേരെ ചെന്നിട്ട് സമുദ്രത്തിലാണ് വീഴുന്നത് ഒറ്റ അസ്ത്രത്തിൽ. അതോടുകൂടി മാരീചൻ രക്ഷപ്പെട്ടു എന്നുള്ള. മാരീചൻ അതോടുകൂടി കൊട്ടേഷനൊക്കെ നിർത്തി നല്ല പിള്ളയായിട്ട് സ്വാമി വേഷത്തിൽ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ, അല്ലേ? 100 യോജനയാണ് തെറിച്ചു പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. വിജേതനം വികൂർണന്തം ശീതേഷു ബലപീഡിതം നിരസ്തം ദൃശ്യമാരീചം രാമോ ലക്ഷ്മണം അബ്രവീത്. ഇങ്ങനെ ആ ദൃശ്യം കണ്ടിട്ട് ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണനോട് പറയുകയാണ്, പശ്യ ലക്ഷ്മണ ശീതേഷുമ മാനവം മനഃസംഹിതം മോഹിത്വാ നൈതിയേനം നച പ്രാണേർ വിയുജ്യത. പശ്യ ലക്ഷ്മണ. ഭഗവാൻ എപ്പോഴും പറഞ്ഞു, ലക്ഷ്മണ നോക്കൂ, ലക്ഷ്മണ കണ്ടില്ലേ എൻ്റെ അസ്ത്രം, ഇത് കണ്ടില്ലേ എൻ്റെ അസ്ത്രത്തിൻ്റെ ശക്തി കണ്ടില്ലേ? ഈ മനുവിൻ്റെ അസ്ത്രമാണിത്, മാനവാസ്ത്രം. അസ്ത്രത്തിൻ്റെ പവർ കണ്ടോ? അവനെ തെറിപ്പിച്ചു, പക്ഷെ അവൻ്റെ ജീവൻ പോയില്ല. പശ്യ ലക്ഷ്മണ ഇമാൻ അഭി വദിഷ്യാമി നിർഗുണാൻ ദുഷ്ടചാരിണ രാക്ഷസാൻ പാപകർമ്മസ്ഥാൻ യജ്ഞാൻ രുതിരാശ്നൻ. അവനെ ഞാൻ കൊന്നില്ല, പക്ഷെ ഇവന്മാരെ എല്ലാം കൊല്ലാൻ പോവാണ്. ഇവന്മാർ വളരെ ദുഷ്ടന്മാരും. കാരണം നോക്കണേ, ശ്രീരാമഭഗവാൻ അറിയാം മാരീചൻ അത്ര ദുഷ്ടനല്ലെന്ന്. ഉള്ളിലൊരു ഭഗവാനോടുള്ള ഒരു ചെറുതായിട്ടൊരു ഇതുണ്ട്. കാരണം മാരീചൻ പറയുന്നത് കേട്ടില്ലേ, രാവണൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് രാമൻ്റെ കൈ കൊണ്ട് മരിക്കുന്നത്. അതിൽ ചെറുതായിട്ടൊരു അട്രാക്ഷൻ, ആകർഷണം രാമൻ്റെ ഉള്ളിലുണ്ട്. അത് ഭഗവാൻ മനസ്സിലായി. അതുകൊണ്ട് ഭഗവാൻ കൊല്ലുന്നില്ല. നോക്കണേ, ഭഗവാൻ പറഞ്ഞു, ഇവനെ ഇങ്ങനെയുള്ളവരെ ഒന്നും കൊല്ലാൻ പാടില്ല, ഇവന്മാർക്കിട്ട് നല്ല പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാനവാസ്ത്രം ഉപയോഗിക്കുക. ലക്ഷ്മണ പശ്യ ലക്ഷ്മണ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ അസ്ത്രം നിലം തുടിക്കാതെ 100 യോജന തെറിച്ചു എന്നുള്ളത്. എന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ളവരെ കണ്ടിട്ട് പറയുകയാണ്, ഇവന്മാരെ ഞാൻ വെറുതെ വിടത്തില്ല, ഇവന്മാർക്ക് ഇട്ട് പൊടുക്കുന്ന പണി നോക്കൂ എന്ന് പറഞ്ഞിട്ട്, ഇവന്മാർ വളരെ ദുഷ്ടന്മാരാണ്, എല്ലാം രക്തം കുടിക്കുന്നവന്മാരാണ്. അതുകൊണ്ട് ലക്ഷ്മണനോട് പറയുകയാണ് ഭഗവാൻ, ഇതി ഉത്വാ ലക്ഷ്മണം ചാശു ലാഘവം ദർശയൻ ഇവ സംഗ്രഹ്യ സുമഹത ച അസ്ത്രം ആഗ്നേയം രഘുനന്ദന സുബാഹുരസി ജിക്ഷേപസ വിദ്വ പ്രാപതത് ഭുവി. അങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞതിന് ശേഷം രാമൻ്റെ ആ ഒരു ശക്തി കാണിക്കാനായിട്ട് രഘുവംശത്തിലെ ആ ഉത്തമൻ അടുത്ത അഗ്നേയാസ്ത്രം എടുത്തു. അതിനുശേഷം സുബാഹുവിൻ്റെ നെഞ്ചത്തിട്ട് കൊടുത്തു എന്നുള്ളതാണ്.
സുബാഹുവിൻ്റെ നെഞ്ചത്ത് ആഗ്നേയാസ്ത്രം ചെന്നതും ടപ്പെന്ന് പറഞ്ഞിട്ട് ഒറ്റ വീഴ്ചയാണ്. നെഞ്ചത്ത് തന്നെ ഒരു അഗ്നേയാസ്ത്രം കൊടുത്തു. അത് കിട്ടിയതും ആൾക്ക് തൃപ്തിയായി. അതോടുകൂടി സുബാഹുവിൻ്റെ ശല്യം ശേഷാൻ വായവ്യം മദായ നിജദാനമഹായശ രാഘവം പരമോധാരോ മുനീനാം മധു ആവഹൻ. ആ വായവ്യാസ്ത്രം ബാക്കിയുള്ള ഋഷിമാർക്കെല്ലാം ആനന്ദം നൽകാനും സമാധാനമായിട്ട് യജ്ഞം ചെയ്യാൻ വേണ്ടി വായവ്യാസ്ത്രം ഉപയോഗിച്ച് ബാക്കിയുള്ളവന്മാരെ തീർത്തു. സഹത്വാ രാക്ഷസാൻ. ഒന്ന് ആലോചിച്ച് നോക്കും, 3 അസ്ത്രമേ ഉപയോഗിച്ചുള്ളൂ. ഒന്ന് മാനവാസ്ത്രം എടുത്ത് ആളിനെ 100 യോജന തെറിച്ചു. ഭഗവാന് നല്ലപോലെ അറിയാം ആർക്ക് എത്ര എങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ കൊടുത്താൽ കുറഞ്ഞു പോകും, പക്ഷെ ഭഗവാന് കറക്റ്റ് അളവിനറിയാം. കൂടത്തുമില്ല കുറയത്തുമില്ല, കറക്റ്റ് അളവിന് കൊടുക്കാനറിയാം ഭഗവാന്. അതുകൊണ്ട് മാരീചന് നേരെ മാനവാസ്ത്രം എടുത്ത് ഒറ്റ 100 യോജന ആൾ തെറിച്ചുപോയി. അടുത്ത അഗ്നേയാസ്ത്രം എടുത്ത് സുബാഹുവിൻ്റെ നെഞ്ചത്തിൻ്റെ നോട്ടം കൊടുത്തു. അതോടുകൂടി സുബാഹുവിൻ്റെ കാര്യം സുഖകരമായി. അടുത്ത ബാക്കിയുള്ള ആൾക്കാർക്ക് വായവ്യാസ്ത്രം എടുത്ത് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സഹത്വാ രാക്ഷസാൻ സർവാൻ യജ്ഞജ്ഞാൻ രഘുനന്ദന ഉജാ തത്ര ഇന്ദ്രോ വിജയപുര. ആ രഘുകുലത്തിലെ ആനന്ദം നൽകുന്നവൻ എല്ലാ അസുരന്മാരെ രാക്ഷസന്മാരെ വധിച്ചപ്പോൾ, എപ്പോഴും വൈദിക യജ്ഞത്തിനും അതിനുമൊക്കെ എതിര് നിൽക്കുന്ന അവന്മാരെ വധിച്ചപ്പോൾ എല്ലാവരും ഭഗവാനെ ഒരുപാട് അഭിനന്ദിച്ചു, ഒരുപാട് സന്തോഷമായി. അതയജ്ഞേ സമാപ്തേതു വിശ്വാമിത്രോ മഹാമുനി നിരീതികാദിശേ ദൃഷ്ട്വാ കാകുതസ്ഥം ഇതമബ്രവീത്. യജ്ഞം സമാപിച്ചപ്പോൾ അതെല്ലാം വളരെ സന്തോഷമായി വിശ്വാമിത്ര മുനിക്ക്. എന്നിട്ട് രാമനോട് ഇങ്ങനെ പറഞ്ഞു, കൃതാർത്ഥോ അസ്മി മഹാബാഹോ കൃതം ഗുരുവചത്വയ സിദ്ധാശ്രമം ഇതം സത്യം കൃതം വീരമഹായശ സഹി രാമം വൃഷസ്യ ഏവം ദാഭ്യാം സന്ധ്യാമുപാഗമത്. എല്ലാം ഞാൻ എന്തിനു വേണ്ടിയാണോ യജ്ഞം ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടന്നു. രാമ രാജകുമാര, അങ്ങ് ഇത്രയും ശക്തമായിട്ട് അങ്ങ് ഇതെല്ലാം ചെയ്തു. നിന്നെപ്പോലുള്ള ഒരു മകൻ ലഭിച്ച ദശരഥൻ എത്രയോ ഭാഗ്യവാൻ. നിന്നെപ്പോലൊരു ശിഷ്യനെ ലഭിച്ച ഞാനും എത്ര ഭാഗ്യവാൻ. അങ്ങനെ സന്ധ്യാ സമയം എത്തുകയാണ്. അന്നേരം അങ്ങനെ ഭഗവാൻ യജ്ഞശാലയെ സംരക്ഷിക്കുകയാണ്. ഇനി ഭഗവാൻ മിഥിലയിലേക്ക് പോവുകയാണ്. ഈ യാത്ര മധ്യേ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബ്രഹ്മദത്തനെ കുറിച്ച് പറയുന്നു, വിശ്വാമിത്രൻ്റെ പൂർവ്വ കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊന്നും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല, കാരണം കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഗംഗാദേവിയെ കുറിച്ച് പറയുന്നു, ഉമാദേവിയുടെ ശാപം, അതുകൂടാതെ കാർത്തികേയൻ, പിന്നെ സഗരപുത്രന്മാരുടെ കഥകൾ, എങ്ങനെയാണ് ഭൂമണ്ഡലത്തിലേക്ക് കുഴിച്ച് സഗരപുത്രന്മാർ കപിലമുനിയുടെ അടുത്ത് എത്തുന്നതും അങ്ങനെ അവർക്കെല്ലാം ശാപം ലഭിക്കുന്നതും, ഭഗീരഥൻ്റെ ആ ഒരു പ്രയത്നം ഗംഗാദേവി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, പിന്നെ സമുദ്രമന്ഥനം, ഇതൊക്കെ പറയുകയാണ്. ഇതെല്ലാം ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 7 മരുതുകളുടെ കഥ, അതായത് ദേവേന്ദ്രനെ വധിക്കാനായിട്ടുള്ളൊരു പരിശ്രമം നടത്തുന്നതും. ഇനി നമുക്ക് അഹല്യാദേവിയെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം അഹല്യാദേവിയുടെ മോക്ഷം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇത് 1 മാസത്തിനുള്ളിൽ നമുക്ക് കവർ ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ്സ് ആണ് എടുക്കുന്നത്. ഇനി അഹല്യാദേവിയുടെ ശാപമോക്ഷത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. തഥാ പ്രാഗുത്തരാം ഗത്വാ രാമസൗമിത്രിണാ സഹ വിശ്വാമിത്രം. രാമനായി നമ്മുടെ സുധാമ പ്രഭു എത്തി. മുഖത്തൊക്കെ ഒരു സീരിയസ്നെസ് ഇല്ല, ആള് ഒരു ഗാംഭീര്യം. യെസ്,
ഒരു മാസത്തേക്ക് ഇനി ബില്ല് മാറ്റിക്കോ ബ്രോ, ബില്ല് മാറ്റിയിട്ടോ, അല്ലെങ്കിൽ ഒരു മിനിറ്റ്. യെസ്, നല്ല സ്റ്റൈലല്ലേ ബ്രോ? ഞാൻ വലിച്ചു പിടിക്കുന്നല്ലേ? യെസ്, റെഡിയാ. രാവണന്റെ എല്ലാം വേണ്ടി എല്ലാവർക്കും പണി കൊടുക്കാനായിട്ടിരിക്കും. ചെറിയ രാമല്ലേ? ആ, കുട്ടി രാമൻ. സീതാദേവി വരും, രാധാറാണി വരുമ്പോ സീതയാക്കണം. ഈ വ്യാഴാഴ്ച വരും. എന്നിട്ട് കർക്കിടകം കഴിഞ്ഞിട്ട് പിന്നെ രാധാറാണിയാക്കാം. തഥാ പ്രാഗുത്തരാം ഗത്വാ രാമസൗമിത്രിണാ സഹ വിശ്വാമിത്രം പുരസ്കൃത്യ യജ്ഞവാടം ഉപാഗമത്. അങ്ങനെ ശ്രീരാമഭഗവാനും ലക്ഷ്മണനും ആ ഒരു ഉത്തരദിശയിലേക്ക് വിശ്വാമിത്ര മുനിയുമായിട്ട് ഇങ്ങനെ പോവുകയാണ്, ജനകൻ്റെ ആ ഒരു യജ്ഞശാലയിലേക്ക്. രാമതൂ മുനിശാർദൂലമുപാച സഹ ലക്ഷ്മണ സാധ്വി യജ്ഞസമൃദ്ധി ജനകസ്യ മഹാത്മന. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ബഹൂനി സഹസ്രാണി നാനാദേശനിവാസിനാം മഹാഭാഗവേദ അധ്യം ശാലിനാം. അങ്ങനെ ഒരുപാട് ഋഷിമാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഇവിടെയും കഴിഞ്ഞ സർഗത്തിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ സർഗത്തിലാണ് നമ്മുടെ അഹല്യാദേവിയുടെ മോചനം. അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കൗശല്യാത്മജ നീ തൊടുമ്പോൾ, അല്ലേ, ഭഗവാൻ തൊടുമ്പോൾ ശിലയും അഹല്യയായിട്ട് മാറും എന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ രാമായണത്തിൽ, ഇത് വാൽമീകി രാമായണത്തിലാണോ എന്ന് നമുക്ക് നോക്കണം. എന്തോ ഒരു മോതിരം അങ്ങാണ്ട് കയ്യിൽ നിന്ന് വീണു, ഭഗവാന്റെ കയ്യിൽ നിന്ന് അങ്ങാണ്ട്. അതോ സീതാദേവിയുടെ കയ്യിൽ നിന്നാണോ? അന്നേരത്തേക്ക് ആ മോതിരം, ഇത് ഈ ഒരു കഥ സീതാദേവി ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതോ ശ്രീരാമ ഭഗവാൻ സീതാദേവി എടുത്ത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാന്ന് തോന്നുന്നു. അതായത് മോതിരം, ആ ഭഗവാന്റെ മോതിരമാണ് സീതാദേവിയുടെക്ക് ചിഹ്നമായിട്ട് കൊടുക്കുന്നത്. അന്നേരം ആ മോതിരം വീണപ്പോൾ ഉടൻ തന്നെ സീതാദേവി എടുത്ത് കയ്യിലെടുത്ത് പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ കാല് സ്പർശിച്ച് ഇനി അത് എന്തെങ്കിലും ഒരു പെണ്ണായാലോ. അന്നേരം ഇത് കണ്ടിട്ട് ശ്രീരാമ ഭഗവാൻ വളരെ ചിരിച്ചു. ആ ഒരു 14 വർഷത്തിൽ ശ്രീരാമ ഭഗവാനും സീതാദേവിയും കാട്ടിലുള്ള ദിവസങ്ങളൊക്കെ ഒരുപാട് സന്തോഷ നിമിഷങ്ങളാണ് സീതാദേവിക്ക്. അവലത്തു തഥാ ശക്രോ ദേവാൻ അഗ്നിപുരോഗമാൻ അബ്രവീത്രസ്തനയനം സിദ്ധഗന്ധവാചാരണം. അങ്ങനെ ഇന്ദ്രദേവന് ഒരു ശാപം ലഭിച്ചിരുന്നു. അഹല്യാദേവിയെ തെറ്റായിട്ട് സ്പർശിക്കാൻ നോക്കി. അങ്ങനെ ഇന്ദ്രൻ ദേവന്മാരോടെല്ലാം പോയി സംസാരിക്കുകയാണ്. ഈ ഒരു കുറച്ച് ശ്ലോകത്തിൽ ആ ശാപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ആ മോചനത്തിനുള്ള വഴികൾ തേടുകയാണ്. ഇനി അഹല്യാമോക്ഷം എല്ലാവരും ശ്രദ്ധിച്ചേക്കും. തഥാ ആഗച്ഛ മഹാതേജ ആശ്രമം പുണ്യകർമ്മണഃ താര്യ ഏനം മഹാഭാഗം അഹല്യം ദേവരൂപിണീം. അങ്ങനെ ഏറ്റവും തേജസ്വിയായിട്ടുള്ള ശ്രീരാമചന്ദ്രമൂർത്തി ആ ഗൗതമ ഋഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം വിശ്വാമിത്ര മുനി രാമനോട് ഇങ്ങനെ പറഞ്ഞു. വിശ്വാമിത്രവചം ശ്രുത്വാ രാഘവ സഹ ലക്ഷ്മണ വിശ്വാമിത്രം പുരസ്കൃത്യ ആശ്രമം പ്രവിവേശഃ. വിശ്വാമിത്ര മുനിയുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് ആ ഒരു ആശ്രമത്തിലേക്ക്
രാമലക്ഷ്മണന്മാർ പ്രവേശിക്കുകയാണ്. ദദർശ ച മഹാഭാഗം തപസാ ഗോദിതപ്രഭാം ലോകേ അപി സമാഗമ്യ ദുർനിരീക്ഷ്യാം സുരാസുരൗ പ്രയത്നാനിർമ്മിതാം ധാത്രാ ദിവ്യാം മായാമയീം ഇവ ധൂമേന അഭിപരീതംഗീം ദീപ്താമഗ്നിശിഖാമിവ സതുഷാരാവൃതാം സ ആശ്രമപൂർണ്ണചന്ദ്രപ്രഭായ ഇവ മധ്യേ അംബസോ ദുരാദർശാം ദീപ്താം സൂര്യപ്രഭാമിവ. ആ ഒരു തപസ്വിനിയായിട്ടുള്ള അഹല്യാദേവി, സാധാരണ ഒരു ദേവന്മാർക്ക് ആ ഒരു ദേവിയുടെ മുഖത്ത് നോക്കാൻ പോലുമുള്ള ഒരു ചങ്കുറ്റമില്ല. ആ ഒരു ദേവിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തി അവിടെ എത്തുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത ദദർശ ച സസഹി ഗൗതമവാക്യേന ദുർനിരീക്ഷ്യ ബഭൂഹ ത്രയാണം അപി ലോകാനാം യാവത് രാമസ്യ ദർശനം. അവിടെ അഹല്യാദേവിയെക്കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞു. ശാപസ്യന്തം വാഗമ്യതേഷാം ദർശനമാഗത രാഘവൗ തു തഥാ തസ്യ പാദൗ ജഗ്രഹതു മുതാ. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദം കൊണ്ട് അഹല്യാദേവിക്ക് മോക്ഷം ലഭിക്കുകയാണ്. അതോടുകൂടി എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പ് അഹല്യാദേവിക്ക് തീരുകയാണ്. ആ ശാപമോചനം ലഭിക്കുകയാണ്. സ്മരന്തി ഗൗതമവച പ്രതിജഗ്രാഹ സാവതോ പാദ്മം അർധ്യം തഥാ ആദിത്യം ജഗാര സുസമാഹിത പ്രതിജഗ്രാഹ ഗാകുതസ്ഥോ വിധിദൃഷ്ടേന കർമ്മന. ആ ഗൗതമ ഋഷിയുടെ വചനങ്ങളൊക്കെ കുഴപ്പമില്ല. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ജലം കൊടുത്തു, ഭഗവാന്റെ പാദങ്ങളൊക്കെ കഴുകി, എല്ലാവിധ ആതിഥ്യ മര്യാദകളും ചെയ്തു. അങ്ങനെ അഹല്യാമോക്ഷം കഴിയുകയാണ്. അതിനുശേഷം ഭഗവാൻ നേരെ മുന്നോട്ട് പോവുകയാണ് ആ മിഥിലയിലേക്ക്. അതാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ ആ വിശ്വാമിത്ര മുനിയുടെ കഥകൾ, വിശ്വാമിത്ര മുനി എങ്ങനെയാണ് ആ ഒരു ബ്രഹ്മഋഷി പദവിയിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ചും പറയുന്നു. പിന്നെ ത്രിശങ്കുവിൻ്റെ കാര്യം അത് പറയുന്നു. അതിനുശേഷം ശൂനശേഫ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥ, അതിനുശേഷം വിശ്വാമിത്ര മുനിയെക്കുറിച്ച് വീണ്ടും പറയുന്നു. അതിനുശേഷം ആ ഒരു ദിവ്യ ചാപത്തിൻ്റെ കഥ പറയുകയാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് ആ ഒരു ബാണം, ഭഗവാന്റെ ശൈവചാപം മുറിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവർക്ക് ആർക്കൊന്നും പറ്റിയില്ല. ജനകസ്യ വചാ ശ്രുത്വാ വിശ്വാമിത്രോ മഹാമുനി ധനുർദർശ്യ രാമായ ഇതി ഹേ ഉവാച പാർത്ഥിവം. ഇതിനു മുമ്പായിട്ട് വിലപിക്കുമായിരുന്നു ജനകൻ. ആ ഒരു സർഗം നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്.
ഇവിടെ അത് കാണിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പേ പല ആൾക്കാരും വന്ന് അത് വില്ലെടുക്കാൻ തുടങ്ങി, പല രീതിയിൽ ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. ഇനി രാമൻ ആ വില്ല് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണിക്കാം. അത് രാമൻ അത് കുലച്ച് വില്ലെടുത്ത് കുലയ്ക്കുകയാണെങ്കിൽ, ഞാണ് കൊടുക്കുകയാണെങ്കിൽ സീതയെ തീർച്ചയായിട്ടും രാമന് കൊടുക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് ജനകൻ. ഇതെല്ലാം കേട്ടപ്പോൾ വിശ്വാമിത്ര മുനി രാമനോട് പറയുകയാണ്, ചെന്നൊന്ന് വില്ലിനെ ഒന്ന് നോക്കൂ. ഒന്ന് നോക്കുന്നു മാത്രമേ പറഞ്ഞുള്ളൂ, ആൾ ഓടിച്ചിട്ടാണോ. തദത്ത രാജജനക സച്ചിവാൻ വിദിദേശേഹ ധനുർ ആനീയതാം ദിവ്യം ഗന്ധമാല്യനുലേപിതം. അങ്ങനെ ജനകൻ പറയുകയാണ്, ആ ഒരു വില്ല് കൊണ്ടുവരാൻ പറയുകയെന്ന്. ചന്ദനലേപമൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ആ ചാപത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. ജനൈകന സമാദിഷ്ട സജീവ പ്രവിശൻ പുരം ദതൂധനുപുരതാ കൃത്വാ നിർജഗമം വിതോജസം നൃണാം ശതാനി പഞ്ചാശത് വ്യായതാനാം മഹാത്മാനം മഞ്ജുഷാം അഷ്ടചക്രാം താമസമൂതേ കഥം ജന. ജനകൻ പറഞ്ഞ ഉടൻ തന്നെ മന്ത്രിമാരെല്ലാവരും കൂടെ ചെന്ന് ആ ഒരു കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. 8 ചക്രമുള്ള ആ ഒരു പേടകത്തിൽ കൊണ്ടുവരികയാണ് ശിവധനുഷ്. 5000 നല്ല ശക്തരായിട്ടുള്ള ആണുങ്ങൾ വളരെ ബുദ്ധിമുട്ടി എങ്ങനെയൊക്കെയോ അതിനെ തള്ളി നീക്കി, തള്ളി കൊണ്ടുവരും. 5000 ആൾക്കാർ, ഒന്ന് ആലോചിച്ച് നോക്കണം. അവരെല്ലാവരും തള്ളിയാണ് ഇതിനെ കൊണ്ടുവരുന്നത്, പൊക്കുന്നില്ല, തള്ളി കൊണ്ടുവരുവാണ്. വളരെ ശക്തമായിട്ടുള്ള 5000 ആൾക്കാരാണ് ആ ഒരു വില്ലിനെ തള്ളിക്കൊണ്ടുവരികയാണ് പേടകത്തിലൂടെ. താമാദായ തൂ മഞ്ജുഷാം ആയസീം യത്ര തദ്ധനോ സ്വരൂപം തേ ജനകം ഊചൂ നൃപതി മന്ത്രിണഃ. അങ്ങനെ അതെല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ആ ജനകനോട് പറഞ്ഞു, ഇതം ധനുർവരം രാജൻ പൂജിതം സർവരാജഭി മിഥില ആദിഭ രാജ ഇന്ദ്രദർശനീയമതിച്ഛസി. രാജാവേ, മിഥിലാധിപതി, ഈ ഒരു വില്ലിനെ നമ്മൾ വെച്ചിരിക്കുന്നു. എല്ലാവരും ആരാധിക്കുന്ന ഈ കുട്ടികളെ കാണിക്കാൻ, രാമനെ ലക്ഷ്മണനെ കണ്ട് കുട്ടികൾക്ക് കാണിക്കാൻ, അവർക്കൊന്ന് ചുമ്മാ ഒന്ന് തൊടാനും, അല്ലേ, കുട്ടികൾ ഇടയ്ക്കൊക്കെ എടുത്തൊന്ന് കളിക്കത്തില്ല, അതേപോലെ ഒന്ന് നോക്കാൻ വേണ്ടി നമുക്കൊന്ന് കാണിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കാണിച്ചു. ഇതാണ് ഭഗവാൻ ക്ഷത്രിയനാണ്, അല്ലേ. അന്നേരം ഭഗവാനെ കുട്ടി എന്ന് വിളിച്ചല്ലേ. അന്നേരം കുട്ടിയുടെ സ്വഭാവം എന്താണ്, കുട്ടിയുടെ ശൗര്യം എന്താണെന്ന് ഭഗവാൻ കാണിക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ വില്ലെടുത്തൊന്ന് കുലച്ചാൽ മാത്രം മതി, ഞാണൊന്ന് കെട്ടിയാൽ മാത്രം മതി. അന്നേരം മന്ത്രിമാരെല്ലാം ഇന്ന് വില്ലൊക്കെ എടുത്ത് വെച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു, അതാണ്ട് എല്ലാവരും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ആ ഒരു വില്ല് നമ്മൾ വെച്ചിരിക്കുന്നു. 5000 ആണുങ്ങൾ, നല്ല ശക്തരായിട്ടുള്ള ആണുങ്ങൾ ഒരുമിച്ച് അതിനെ തള്ളിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ വില്ലെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, നമ്മൾ വില്ലെടുത്ത് വെച്ചിരിക്കുന്നു, അത് നോക്കൂ, കുട്ടികൾക്കൊന്ന് കാണാൻ വേണ്ടിയല്ലേ, അല്ലേ. അന്നേരം ഭഗവാനും വിചാരിച്ചു, അത് ശരി, കുട്ടിയാണോ ആരാണെന്ന് ഞാൻ ആരാ കുട്ടികളെന്ന് ഇപ്പം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ ഞാണ് കെട്ടാൻ വേണ്ടി ഭഗവാൻ അങ്ങോട്ട് പിടിച്ചതും മനഃപൂർവ്വം ഓടിച്ചതാണ്. ഓടിക്കണമെന്ന് പ്ലാൻ ഇല്ലായിരുന്നു. സാധാരണ ആളല്ല ഞാൻ എന്ന് ഭഗവാൻ അവിടെ കാണിക്കുകയാണ്. ഭഗവാന്റെ വീര്യം കാണിക്കുകയാണ്, ഭഗവാന്റെ ഹാൻഡ് പവർ കാണിക്കുകയാണ് അവിടെ. വലിയ വലിയ രാജാക്കന്മാർ പോലും ഇതിൻ്റെ മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തേഷാം നൃപോവച ശ്രുത്വാ കൃത അഞ്ജലിയഭാഷത വിശ്വാമിത്രം മഹാത്മാനം തൗ ഉഭൗ രാമലക്ഷ്മണോ. ഇതെല്ലാം കേട്ടപ്പോൾ, മന്ത്രിമാരുടെ ആ ഒരു വർത്തമാനമൊക്കെ കേട്ടപ്പോൾ വിശ്വാമിത്ര പിന്നീട് ജനകൻ പറഞ്ഞു രാമൻ ലക്ഷ്മണനോടും, കൈകൾ കൂപ്പി, ന ഏതത്സുരഗണാ സർവേ സസുരാ ന ച രാക്ഷസ ഗന്ധർവയക്ഷപ്രവരാ സ കിന്നര മഹൗരഗ
കാഗതി മനുഷ്യാണാം ച ധനുഷോസ്യ പ്രപൂരണേ ആരോപണേ സമായോഗേ വേപേന തോലനേ അപിവ. ദേവന്മാരുടെ ഇടയിലോ ഗന്ധർവന്മാരുടെ ഇടയിലോ യക്ഷന്മാരുടെ ഇടയിലോ കിന്നരന്മാരുടെ ഇടയിലോ ആർക്കും, എല്ലാവരും ഇത് ശ്രമിച്ചു ഈ വില്ലിനെ ഒന്ന് ഉയർത്താൻ വേണ്ടി. അവരെല്ലാം കഠിന പ്രയത്നത്തോട് അതിനെ ഒന്ന് ചൊവ്വിനൊന്ന് പിടിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ലായിരുന്നു. ചിലവരൊക്കെ അതിനെ ഒന്ന് കെട്ടാൻ, ചിലവർ പിടിച്ചെങ്കിലും അതിനെ കെട്ടാൻ വളരെ കഷ്ടപ്പെട്ടു. പൊതുവേ ദേവന്മാർക്ക് ഇതൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. പിടിച്ചു കഴിഞ്ഞാൽ ഞാണൊന്നും കെട്ടാൻ പറ്റത്തില്ല. നേരെ ചൊവ്വ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇത് കുലച്ച് അതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് അല്ലേ? അതുപോലെ നേരെ ചൊവ്വ പിടിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് അത് ശരി എന്നേരത്തേക്ക് ഭഗവാനും വിചാരിച്ചു, ശരി കാണിച്ചു കൊടുക്കാം എന്നെ കൊണ്ട് എന്താ പറ്റുന്നതെന്ന്. തത് ഏതധനുഷാം ശ്രേഷ്ഠം ആനീതം മുനിപുങ്കവ ദർശയേതത് മഹാഭാഗ അനയോ രാജപുത്രയോ. ആ ശ്രേഷ്ഠനായിട്ടുള്ള മുനിശ്രേഷ്ഠ ഈ ഹരേ കൃഷ്ണ, എന്താണ് മോൻ്റെ കയ്യിൽ? ഇതെവിടുന്നാ? മോൻ കുടിച്ചോ? ഹായ് പറഞ്ഞിട്ട് പോ. അല്ല, ഹായ് പറഞ്ഞിട്ട് പോ എല്ലാവരും. ഹരേ കൃഷ്ണ പറഞ്ഞ എല്ലാവരും. ഹരേ കൃഷ്ണ. ഉറക്കെ പറ, മൊത്തം പറ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. രാമൻ എങ്ങനെയുണ്ട്? മദൻ ഗോപാൽ എങ്ങനെയുണ്ട് രാമനായിട്ട്? വില്ലൊക്കെ പിടിച്ച് കൊള്ളാം അല്ലേ? നല്ല രസമല്ലേ? ഒന്ന് പൊയ്ക്കോ. അതെന്തോ തട്ടിയത്, അത് കുഴപ്പമില്ല. ഒന്ന് പൊയ്ക്കോ. പായസം കുടിച്ചോ കേട്ടോ. ഇന്ന് പോയിരുന്നോ? ഗുരുവായൂർ പോയിരുന്നോ? പിന്നെ ഇത് ഗുരുവായൂരിൻ്റെ പായസമല്ലേ? ഇത് ഗുരുവായൂരപ്പൻ്റെ പായസമല്ലേ? പിന്നെ ഇവിടുന്നാണോ? ഓ ശരി, ടാറ്റാ. സൂക്ഷിച്ചു പോട്ടോ. ആ, മോൻ കഴിച്ചോ? ശരി എന്നാ കഴിക്കൂ, മോൻ കഴിക്കൂ. ശരി എന്നാ, ടാറ്റാ. അന്നേരം വിശ്വാമിത്ര മുനി അത് പറയുകയാണ്, ഈ ഒരു വില്ലിനെ വെല്ലാൻ ആരുമില്ല. ഇനി ആ ഒരു വില്ലിനെ കാണൂ എന്ന് പറഞ്ഞ് ജനകൻ വിശ്വാമിത്ര മുനിയെടുത്ത് പറഞ്ഞു. വിശ്വാമിത്രം ചരാമത്തു ശ്രുത്വാ ജനകഭാഷിതം വത്സരാമാ ധനുപശ്യ ഇതി രാഘവം അബ്രവീത്. ഒന്ന് പോയി നോക്കു മോനെ എന്നാണ് വിശ്വാമിത്രൻ ഇതെല്ലാം കേട്ടപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, രാഘവ മോനെ ഒന്ന് പോയി ഒന്ന് നോക്കിയിട്ട് വരൂ എന്നാണ് പറഞ്ഞത്. മോനോട് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് മോൻ എന്ത് ചെയ്തു? ഓടിച്ച്. മഹർഷേ വചനാത് രാമോ യത്ര തിഷ്ഠതി തദ്ധനു മഞ്ജുഷാം താം അപാവൃത്യ ദൃഷ്ട്വാ ധനു അത അബ്രവീത്. വിശ്വാമിത്ര മുനിയുടെ വർത്തമാനം കേട്ടപ്പോൾ ആ ശക്തമായിട്ടുള്ള മഹാപേടകം അതിൻ്റെ ആ ഒരു കവറിങ് തുറന്നു. എന്നിട്ട് ആ വില്ല് കണ്ടു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഇതം ധനുർവരം ബ്രഹ്മൻ സംസ്പൃശാമി ഇഹ പാണിന യത്നവാൻ ച ഭവിഷ്യാമി തോൽനേ പൂരണേ അപിവ. ഇനി ഈ വില്ലിനെ ഒന്ന് തൊടാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് കുലയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അത് വെച്ചൊന്ന് ലക്ഷ്യത്തെ ഛേദിക്കാനും ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. വാടം ഇതി ഏവം തം രാജമുനി ച സമഭാഷത ലീലയാ സ ധനുർബദ്ധ്യേ ജഗ്രാഹ വചനാത്മുനേ. എല്ലാവരും നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമല്ലോ. ഇനി എന്ത് സംഭവിക്കും? വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ കേൾക്കൂ. ശരി എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാമിത്ര മുനിയെടുത്ത് പറയുകയാണ്, എല്ലാവരോടും അവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്,
കറക്റ്റായിട്ട് ആ ഒരു വില്ലിൻ്റെ നടുക്ക് തന്നെ പിടിച്ചു എന്നാണ്. എന്നിട്ട് ഒരു കുട്ടി കളിപ്പാട്ടത്തെ എടുക്കുന്ന പോലെയാണ് വളരെ നിഷ്പ്രയാസം. തീർന്നില്ല, ഇത്രയേ ഉള്ളൂ. പശ്യതാം ധ്രുസഹസ്രാണാം ബഹൂനാം രഘുനന്ദന ആരോപ്യ സധർമാത്മാ സലീലം ഇവ തദ്ദനോ. ആയിരക്കണക്കിന് ആൾക്കാർ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ്. 5000 പേര് അത് വില്ലിനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പേടകത്തിൽ വെച്ച് 8 ചക്രമുള്ള ആ പേടകത്തിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അവരെല്ലാവരും വന്ന് ജനകൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടികൾക്ക് ചുമ്മാ കാണാൻ വേണ്ടിയല്ലേ, കാണിച്ചിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ നോട്ടം ഇട്ടിരിക്കുകയാണ്. ഇനി ജനകനും കൂടെ എന്താ പറയുന്ന ഒരു ഭഗവാനെ ഒന്ന് ഉത്സാഹിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു വിശ്വാമിത്രൻ്റെ അടുത്ത് അല്ലേ. വിശ്വാമിത്രൻ്റെ പറഞ്ഞ് ഗന്ധർവന്മാർക്കോ കിന്നരന്മാർക്കോ രാക്ഷസന്മാർക്കോ ഒന്നും ഇത് ഉയർത്താൻ പറ്റുന്നില്ല, പിന്നെ കുട്ടികൾക്കൊന്ന് കാണിക്കാം. അന്നേരം വിശ്വാമിത്രൻ മുനിയും പറഞ്ഞു, മോനെ ഒന്ന് കണ്ടിട്ട് വരൂ. അന്നേരം ഭഗവാനും വിചാരിച്ചു ശരി കാണിച്ചു തരാം. എന്നിട്ട് ആ പേടകം അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ഒന്ന് തൊട്ടോട്ടെ. അതാണ് ഞാൻ പറയാം, രാമായണം അതിരസമാണ്, സുമധുരം, ഫുൾ സ്റ്റൈലാണ്. ഭഗവാന്റെ ആ ഒരു എന്താ പറയുന്നത്, സിനിമയൊന്നും അല്ല രാമായണത്തിൻ്റെ മുമ്പിൽ. ഭഗവാന്റെ സ്റ്റൈൽ, ഭഗവാന്റെ ആ ഒരു പവർ, അതാണ് അവിടെ കാണിക്കുന്നത്. അന്നേരം ഭഗവാനും പറഞ്ഞു ഞാൻ ഒന്ന് തൊട്ടോട്ടെ അല്ലേ, തൊടാനൊരു മോഹം എന്ന് പറഞ്ഞു. അങ്ങനെ നടുക്ക് തന്നെ പിടിച്ചു. എന്നിട്ട് ഒറ്റ പിടിയിൽ ഉയർത്തി കാണിച്ചു. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ കണ്ണ് തള്ളിപ്പോയി ഭഗവാന്റെ ആ ഒരു വീര്യം കണ്ടപ്പോൾ. വളരെ നിഷ്പ്രയാസമാണ് ഭഗവാൻ ഉയർത്തിയത്, ഒന്നും ചിന്തിക്കുക പോലും വേണ്ടിയില്ല. എത്രയോ പേര് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആ ശരി ആ ശരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അന്നേരം അവിടെ ഭഗവാന് ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അന്നേരം അതിനെ ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ പിടിയിലൊന്ന് ഉയർത്തി എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞ് കാണിച്ചു കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം ആയിരക്കണക്കിന് ആൾക്കാർ നോക്കി നിൽക്കേ ശ്രീരാമ ഭഗവാൻ വളരെ നിഷ്പ്രയാസം അതിൻ്റെ ഞാണ് പിടിച്ച് അങ്ങ് കൊലച്ചു എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോഴും ആൾക്കാർ എന്തോ ഇത് കൊച്ചുകുട്ടി ബാലൻ അല്ലേ, ഒരു ബാലനാണ് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ആരോപയിത്വാ മൗർവിഞ്ച പൂര്യാമാസ വീര്യവാൻ തഥാ ഭവഞ്ച ധനുർമധ്യേ നരശ്രേഷ്ഠോ മഹായശ. എന്നിട്ട് ആ ഒരു ഞാണ് പിടിച്ച് വലിക്കുകയാണ്. ഭഗവാന്റെ ചെവി വരെ വലിച്ചു എന്നുള്ളത്. ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വലിയാണ്, ഒടുക്കലത്തെ വലിയായിപ്പോയി. അന്നേരം എന്തിനാ വലിച്ചതെന്ന് വെച്ചാൽ വലിയ വില്ലാണെന്നൊക്കെ അല്ലേ പറയുന്നത്. എൻ്റെ ഹാൻഡ് പവർ താങ്ങാനുള്ള പവർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. തിരിച്ച് ഭഗവാൻ പണി കൊടുക്കുകയാണ് എല്ലാവരും ഭയങ്കര ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കുട്ടി പറ്റുമോ, എന്തിനാ പറയുന്നത്, ശരി കുട്ടിക്ക് കാണാൻ മോഹമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 5000 ശക്തരായിട്ടുള്ള ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് തള്ളി നീക്കിയാണ് ആ ഒരു പേടകത്തിൽ ഇങ്ങനെ തള്ളിയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ആ മന്ത്രിമാരെല്ലാവരും പറഞ്ഞു കുട്ടികൾക്കൊന്ന് കാണാൻ വേണ്ടിയല്ലേ, കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് ജനകരാജാവും പറയുന്നത് എന്താണ്, ദേവന്മാർക്കോ അസുരന്മാർക്കോ ആർക്കും ഇതിനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനു മുമ്പേ പറഞ്ഞു, അഥവാ രാമൻ അത് ഒടിക്കുകയാണെങ്കിൽ സീതാദേവിയെ കൊടുക്കാൻ എനിക്ക് ഏറ്റവും സന്തോഷമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ 5000 ആൾക്കാർ ചേർന്ന്
പൊക്കാൻ പോലും പറ്റാത്ത ആ ഒരു വില്ല്. അന്നേരം വിശ്വാമിത്ര മുനിയും പറഞ്ഞു, മോനെ രാമ, നീ ഒന്ന് നോക്കിയിട്ട് വരൂ എന്നാണ് പറഞ്ഞത്. അന്നേരം നോക്കുന്ന സമയത്ത് ഭഗവാനും പറഞ്ഞു, അവിടെ ആ പേടകം ഒന്ന് തുറന്നതിന് ശേഷം ഭഗവാൻ പറഞ്ഞു, ഒന്ന് തൊടുകയാണ് ഞാൻ, തൊടാനൊരു മോഹം തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഇടത് കൈ കൊണ്ട്, ഒറ്റ കൈ കൊണ്ട് ഉയർത്തി ഇങ്ങനെ പിടിക്കുകയാണെന്നുള്ളതാണ്. അന്നേരം ഭഗവാനത്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, അന്നേരം ഇടത് കൈ കൊണ്ട് ഭഗവാൻ ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ വില്ലിങ്ങനെ എടുത്ത് കാണിക്കുകയാണ് എല്ലാവരെയും. എല്ലാവർക്കും കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി. പക്ഷെ എന്ത് പറയാനാണല്ലേ, ആയിരക്കണക്കിന് ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുക, അവരുടെ കണ്ണൊക്കെ തള്ളിപ്പോയി എന്നുള്ളു, ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ. അവസാനം പിന്നെ ഇനി അടുത്ത ഷോക്ക് കൊടുക്കാനായിട്ട്, കാരണം നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ ദേവന്മാർ ആ വില്ലിനെ പിടിച്ചു നിർത്താനും പറ്റുന്നില്ല, അതിനെ കുലയ്ക്കാനും പറ്റുന്നില്ല. ഭഗവാൻ നിഷ്പ്രയാസം ഞാണ് പിടിച്ച്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അമ്പ് വില്ല്, ഭയങ്കര പവർ വേണം അതിനെ അന്ന് പിടിച്ച് കുലയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ഒരു വില്ല് നല്ല ശക്തമായിട്ടിരിക്കും, അതിനെ നമ്മുടെ പവർ വെച്ച് വളയ്ക്കണമെന്നുള്ളതാണ്. വില്ല് വളഞ്ഞു വരണം, എന്തുമാത്രം ഹാൻഡ് പവർ വേണമെന്നറിയാം. ഇത് ആരുടെ വില്ലാണ്? ഇത് മഹാദേവൻ്റെ വില്ലാണ്. 5000 പേര് ചേർന്ന് ഇതിനെ ഉയർത്താൻ പോലും പറ്റുന്നില്ല. പക്ഷേ ശ്രീരാമ ഭഗവാൻ ഒറ്റ കൈ കൊണ്ട് അതിനെ ഉയർത്തുകയാണ്. അന്നേരം ഭഗവാന്റെ പവർ എന്തുവാണ് ആലോചിച്ച് പോകണം. അതും പോരാഞ്ഞിട്ട് അതിനെ ആരെങ്കിലും ഉയർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിത്തൈ തകതൈതോ എന്ന് പറഞ്ഞിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. നല്ലപോലെ അത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഭഗവാൻ അത് പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്, ഒരു കുലുക്കുമില്ലാതെ. എന്നിട്ട് ഭഗവാൻ അതിൻ്റെ വില്ലിനെ ഇങ്ങനെ വളയ്ക്കുകയാണ്. എന്നിട്ട് ഞാണ് കെട്ടുവാണ്, നിഷ്പ്രയാസം കെട്ടി. കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കുട്ടിയാക്കി എന്നുള്ളതാണ്. അന്നേരത്തേക്ക് അതങ്ങ് ഇത് ചെയ്തു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു അല്ലേ, എല്ലാവരും പറഞ്ഞു, ജനകൻ മഹാരാജ് പറയുകയാണ്, ഇതിനെ ആരെങ്കിലും ഉയർത്തിയാൽ തന്നെ അതും പിടിച്ചൊരു ഡാൻസാണ്, പിടിച്ചൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. അഥവാ ഇനി ഞാനങ്ങോട്ട് കെട്ടുമെന്ന് പറഞ്ഞാൽ അത് അടുത്ത പാടാണ്. അതിനെ വളച്ചിങ്ങനെ എടുക്കണ്ടേ, വളയ്ക്കുമ്പോഴത്തേക്ക് താഴെ ഒരു കാല് വെച്ചിങ്ങനെ പിടിക്കണം, ബലമായിട്ട് ശക്തമായിട്ട്, എന്നിട്ട് വളച്ചിങ്ങനെ പിടിക്കണം, എന്നിട്ട് അത് കെട്ടണം. അത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നിൽക്കേണ്ട വില്ല് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. പിന്നെ എങ്ങനെയാണ് ഉന്ന ലക്ഷ്യത്തിലേക്ക് അസ്ത്രം അയക്കേണ്ടത് അല്ലേ? അതൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഭഗവാൻ പുല്ലുപോലെയാണ് ഈ അസ്ത്രം, ഈ വില്ല് ഉയർത്തിയതും. അതിനുശേഷം നല്ലതുപോലെ അത് കെട്ടി, അതിനുശേഷം പിടിച്ച് ഒറ്റ വലിയാണെന്നുള്ളത്. ഭഗവാൻ നോക്കുകയാണ്, നിങ്ങളെന്തോ പറഞ്ഞ് വലിയ സാധനമാണ്, വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അല്ലേ. എന്നിട്ട് ഞാൻ കുട്ടിയാണ്, ഇതൊന്നും ഉയർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്, കണ്ടില്ലേ, സോ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ ഞാണ് പിടിച്ചിട്ട് ഒറ്റ വലിയാണെന്നുള്ളതാണ്. വലി ചെവി വരെ വലിച്ചു എന്നുള്ളതാണ്. അതായത് എത്രത്തോളം ഇതിൻ്റെ ഗ്രിപ്പുണ്ടെന്ന് നോക്കുകയാണ് ഭഗവാൻ. അങ്ങനെ എടുത്തത് ടപ്പ എന്ന് പറഞ്ഞ ഒറ്റ പൊട്ടിത്തെറിയാണ്. അത്രത്തോളം ഭഗവാൻ വലിച്ചു. ഭഗവാന്റെ ഹാൻഡ് പവർ നോക്കണേ, ഇങ്ങനെ വലിച്ച് നീട്ടി ഭഗവാൻ വില്ലെടുത്ത് ചെവി വരെ നീട്ടി എന്നുള്ളതാണ്. അന്നേരം ഭഗവാന്റെ ആ ഒരു ഹാൻഡ് പവർ താങ്ങാതെ, ഭഗവാന്റെ ആ ഒരു ഗ്രിപ്പ് താങ്ങാതെ ആ വില്ല് ഒടിഞ്ഞു പോയെന്നുള്ളതാണ്. നോക്കണേ, അതാണ് നമ്മുടെ ശ്രീരാമചന്ദ്രമൂർത്തി. ഭഗവാന്റെ പവർ എന്താണ്? ആരെങ്കിലും ഉണ്ടോ രാമനെ പോലെ? ആരുമില്ല. അതാണ് നമ്മുടെ ഭഗവാൻ രാമനായിട്ട് വന്നതും. ഇനി നമുക്ക് നോക്കാം അടുത്ത എന്താണ് സംഭവിക്കുന്നതെന്ന്. തസ്യ ശബ്ദോ മഹാനാസീത നിർധാത സമ നിസ്വന ഭൂമികമ്പ ച സുമഹാൻ പർവതസ്യ ഇവ ധീരയത. ആ ഒരു വില്ലൊടിഞ്ഞതിൻ്റെ ശബ്ദം വലിയൊരു സ്ഫോടനം പോലെയായിരുന്നു. ആ വില്ലൊടിഞ്ഞപ്പോൾ വലിയ ഒരു ഇടി വെട്ടിയതുപോലെയായിരുന്നു ശബ്ദം. ഭൂമി കിടുകിട വരയ്ക്കാൻ തുടങ്ങി. എങ്ങനെയോ ഒരു വലിയൊരു പർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ എന്തായിരിക്കും ഒരു സ്ഫോടനം സംഭവിക്കുന്നത്, അതേപോലെയായിരുന്നു.
നിവേതു ച നരാः സർവേ തേന ശബ്ദേന മോഹിതാ വ്രജയിത്വാ മുനീപരം രാജാനാം തോജോ രാഘവോ. ആ ശബ്ദം കേട്ട് എത്രയോ പേര് ബോധം കെട്ടു. വിശ്വാമിത്ര മുനി, ജനകൻ, 2 രാഘവന്മാർ, അതായത് രാമനും ലക്ഷ്മണനും, ഇവരൊഴികെ ബാക്കി എല്ലാവരും ബോധം കെട്ടു എന്നാണ് പറയുന്നത് ആ ശബ്ദം കേട്ടിട്ട്. പ്രതി ആശ്വസ്തോ ജനേ തസ്മിൻ രാജാ വിഗത സാധ്വസ ഉവാച പ്രാഞ്ജലി വാക്യം വാക്യയജ്ഞോ മുനിപുങ്കവ. ആൾക്കാരെല്ലാം ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും ഒരു പ്രതീക്ഷയില്ല. ഭഗവാന്റെ ആ ഒരു ശരീരം, കോമള ശരീരം, ശക്തനാണ്, പക്ഷെ കൊച്ചുകുട്ടിയല്ലേ, യുവത്വം തുളുമ്പി നിൽക്കുകയല്ലേ ഭഗവാന്റെ. വലിയ വലിയ ദേവന്മാർക്ക് പോലും ഉയർത്താൻ പറ്റുന്നില്ല. 5000 മല്ലന്മാർ ചേർന്ന് അതിനെ ഉയർത്താൻ പോലും പറ്റുന്നില്ല. ഒരു പേടകത്തിൽ വെച്ച് ഇങ്ങനെ തള്ളി നീക്കുകയാണ്. ആ വില്ല് ആർക്ക് കുലയ്ക്കാൻ പറ്റും? ഇത് കുലയ്ക്കുക മാത്രമല്ല, ഒടിച്ച് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. അതിപ്പരം പിന്നെ വേറൊന്നും വേണ്ടല്ലോ അല്ലേ. എന്ത് ടെസ്റ്റ് കൊടുത്താലും ആ ടെസ്റ്റിൽ ഏറ്റവും വിജയകരമായിട്ട് ടാർഗറ്റിനെക്കാട്ടിയും ഓവർ അച്ചീവ് ചെയ്യും ഭഗവാൻ അല്ലേ. ബാലിയുടെ കാര്യത്തിൽ നമുക്കിനി കാണാൻ പറ്റും. വളരെ നിഷ്പ്രയാസം ഭഗവാൻ വില്ലൊടിച്ച് കയ്യിൽ കൊടുത്തു. എല്ലാവരും ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ നോക്കുകയായിരുന്നു. അങ്ങനെ ജനകൻ വളരെയധികം സന്തോഷത്തോടുകൂടി കൈകൂപ്പി വിശ്വാമിത്ര മുനിയെടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞു. ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നല്ലോ, എൻ്റെ സീതയ്ക്കായിട്ട് ഒരു വരനെ അങ്ങ് കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തിലായി. ഭഗവാൻ ദൃഷ്ടവീര്യോ മേ രാമോ ദശരഥാത്മജ അതി അദ്ഭുതം അചിന്യം. അത്ഭുതം അചിന്യം ച അതർക്കിതം. ഇനി ഒരു തർക്കമില്ല, രാമനെ വെല്ലാൻ ആരുമില്ല. ഇതം മയാ. എന്നിട്ട് ജനകൻ മഹാരാജ് പറയുവാണ്, ദാശരഥിയായിട്ടുള്ള രാമന് തുല്യം ആരുണ്ട്? ആരുമില്ല. ഈ ഒരു വില്ലിൻ്റെ മുമ്പിൽ, ഭഗവാന്റെ ഈ ശക്തമായിട്ടുള്ള വില്ല് ആർക്കും കുലയ്ക്കാനോ ഒടിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഈ ഒരു സാഹസം അചിന്തനീയം, അദ്ഭുതം, അചിന്യം. ആർക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ? ഒരിക്കലും തർക്കിക്കാൻ പോലും പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് ഇനിയൊന്നും സംസാരിക്കാനില്ല എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ആരും ഇങ്ങനെ കേട്ടിട്ട് പോലുമില്ല, ഇങ്ങനെ ഒരു കീർത്തിയും പ്രവൃത്തിയും. ജനകാനാം കുലേ കീർത്തിം അഹർഷ്യതി മേ സുത സീതാ ഭർത്തരാം അസാധ്യ രാമം ദശരഥാത്മജ. എൻ്റെ മകൾ സീത രാമൻ്റെ കരങ്ങൾ പിടിക്കുമ്പോൾ അതോടുകൂടി ഈ മിഥില ആനന്ദത്തിൽ നമ്മുടെ പരമ്പരയെല്ലാം വളരെ നമ്മുടെ വംശമൊക്കെ ഒരുപാട് ആനന്ദിക്കും. മമ സത്യാ പ്രതിജ്ഞാ സ വീരശുൽക ഇതി കൗശിക സീതാപ്രാണേ ബഹുമതാദേയ രാമായ മേ സുത. കൗശിക വിശ്വാമിത്രനുണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, വീരയോദ്ധാവായിരിക്കണം എൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ മകൾ ശ്രീരാമന് അനുയോജ്യയായിട്ടുള്ള പത്നി തന്നെയാണ്. ഭവതോ അനുമതേ ബ്രഹ്മൻ ശീഘ്രം ഗച്ഛന്തു മന്ത്രിണ മമ കൗശിക ഭദ്രം തേ അയോധ്യാം ത്വരിതാരത്. പെട്ടെന്ന് തന്നെ രഥം വായിക്കൂ അയോധ്യയിലേക്ക്. രാജാനാം ഭക്ഷിതോ വാക്യ ആനയന്തു പുരം മമ പ്രധാനം വീരശുൽക്കായ കഥയന്തു ച സർവശ. അങ്ങനെ എല്ലാവിധ മന്ത്രികളെ അയച്ച് പെട്ടെന്ന് തന്നെ ദശരഥ മഹാരാജാവിനെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അങ്ങനെ ദശരഥ മഹാരാജ് അവിടെ എത്തുകയാണ്. ഇക്ഷ്വാകു വംശത്തെക്കുറിച്ചുള്ള കഥകൾ തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ഭരതൻ, ശത്രുഘ്നൻ അവരെല്ലാവരുമായിട്ടുള്ള വിവാഹ നിശ്ചയം അവിടെ നടക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന സീതാദേവിയും ശ്രീരാമ ഭഗവാനും ഒന്നിക്കുന്ന ഒരു നിമിഷം.
यस्मिन् तु दिवसे राजचक्रे गोदानमुत्तमं तस्मिन् तु दिवसे शूरो दाजित् സമൂപീവ്യവാൻ. ഒരുപാട് പശുക്കളെയൊക്കെ ദാനം ചെയ്തു. പുത്രകേയരാജ്യസ്യ സാക്ഷാത് വർദ്ധമാതുല ദൃഷ്ട്വാ ച കുശലം രാജാനമിതമബ്രവീത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. വിവാഹം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ശ്ലോകത്തിലാണെന്ന് നോക്കട്ടെ, കഴിഞ്ഞ സൂത്രത്തിൽ നിന്ന്. ഓക്കെ, ഇതേ അധ്യായത്തിൽ തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ്. അങ്ങനെ സത്കാരങ്ങളൊക്കെ സ്വീകരിക്കുകയാണ് ദശരഥ മഹാരാജാവ്. യുക്തേ മുഹൂർത്തേ വിജയേ സർവാരംഭണഭൂഷിതോ. ഇനി വിവാഹ നിമിഷമാണ്. എല്ലാവരും ശ്രദ്ധയോട് കേൾക്കൂ. സീതാ സമേതനായിട്ട് രാമൻ നിൽക്കുന്നത് കേൾക്കുന്നത് തന്നെ ഏറ്റവും ഐശ്വര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ഇതിൽ പരം ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോട് കേൾക്കൂ. യുക്തേ മുഹൂർത്തേ വിജയേ സർവ ആഭരണഭൂഷിതോ ഭ്രാതൃഭി സഹിതോ രാമ കൃതകൗതുകമംഗള വസിഷ്ഠം ഭൂരതാ കൃത്വ മഹർഷീൻ അപരാൻ അപി. അങ്ങനെ യഥാർത്ഥ മുഹൂർത്തത്തിൽ എല്ലാവിധ സഹോദരന്മാരും ചേർന്ന് വസിഷ്ഠമുനിയും ശ്രേഷ്ഠരായിട്ടുള്ള ഋഷിമാരും എല്ലാം ഉള്ളപ്പോൾ ആ കറക്റ്റായിട്ടുള്ള മുഹൂർത്തത്തിൽ, വിജയ എന്ന് പറയുന്ന ആ ഒരു മുഹൂർത്തത്തിൽ അവരെല്ലാവരും എല്ലാവിധ ആഭരണാദികൾ ധരിച്ചുകൊണ്ടും കറക്റ്റ് ആ മുഹൂർത്തത്തിൽ എല്ലാവിധ ചടങ്ങുകളും പൂർത്തീകരിച്ചു. അവരെല്ലാവരും ആ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആചാരപ്രകാരമെല്ലാം ചെയ്തു. വസിഷ്ഠോ ഭഗവാനിത്വാ വൈദേഹ്യം ഇതമബ്രവീത് രാജാ ദശരഥോ രാജൻ കൃതകൗതുകമംഗളൈ പുത്രൈ നരവരശ്രേഷ്ഠം ദാതാരമപി കാംക്ഷിതേ ധാതൃപതിഗ്രഹീതൃഭ്യാം സർവ അർത്ഥാ സംഭവന്തി സ്വധർമ്മം പ്രതിപദ്യസ്വ കൃത്വാ വൈവാഹ്യമുത്തമം. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഇതി ഉക്ത്വാ പരമുദാരോ വസിഷ്ഠേന മഹാത്മന മൃത്യുവജമാന്തേജവാക്യം പരമം ധർമ്മവേദ് കാസിതാ പ്രതിഹാരോ ശേഖസ്യ യാജ്ഞാ സഗ്രഹേ ഗോവിചാരോ അസ്തി യഥാ രാജ്യമിതം കൃതകൗതുക സർവസ്വ വേദി മൂലമുപാഗത മമ കന്യാമുനിശ്രേഷ്ഠ ദീപ്ത വിഭർച്ചിഷ്യ. അങ്ങനെ കന്യാദാനം നടത്തുകയാണ് സീതാദേവിയുടെ. സദ്യോഹം ത്വത്പ്രതീക്ഷോസ്മി വേദ്യാം അസ്യാം പ്രതിഷ്ഠിത അവിഘ്നാം കുരുതാം രാജോ കിമർത്ഥം ഹി വിലംബ്യതേ. തഥാ വാക്യം ജനകേന ഉത്വാം ശ്രുത്വാ ദശരഥ തഥാ പ്രവേശ്യവാൻ സസുതാൻ സർവാൻ ഋഷീഗണാനപി തതോ രാജവിദേഹാനാം വസിഷ്ഠം ഇതമബ്രവീത് കാര്യസ്വ ഋഷേ സർവാൻ ഋഷിഭിः സഹ ധാർമ്മിക രാമസ്യ ലോകരാമസ്യ ക്രിയാം വൈവാഹികം പ്രഭോ. അങ്ങനെ രണ്ടുപേരുടെയും വംശത്തെക്കുറിച്ച് പറയുകയാണ്. കാരണം വധുവിൻ്റെയും വരൻ്റെയും ഗോത്രമൊക്കെ ചർച്ച ചെയ്യണമല്ലോ. അങ്ങനെ രണ്ടുപേരും അവരവരുടെ കുലങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. രാമൻ്റെ ഗോത്രത്തെക്കുറിച്ചും പറഞ്ഞു. തഥാ ഇതി ഉക്ത്വാ തു ജനകാം വസിഷ്ഠോ ഭഗവാൻ ഋഷി വിശ്വാമിത്രം പുരസ്കൃത്യ ശതാനന്ദം ച ധർമ്മികം പ്രഭാമധ്യേ തു വിദിത്വത് വേദിം കൃത്വാ മഹാതപ അലം ചകാര താം വേദിം ഗന്ധപുഷ്പൈ സമൻ തഥാ സുവർണപാലികാഭി ച ചിത്രകുംഭേ ച സംകുരൈ അങ്കുരാഢ്യ ശരാവേ ച ധൂപപാത്രോ ച ധൂപകേ ശംഖപാത്രേ ശ്രുവൈ സ്തൃഗ്ഭി പാത്രേ അർധ്യാദിപൂജിതൈ ലാജാപൂർണ ച പാത്രഭി രക്ഷിതോ അഭിസംസ്കൃതൈ. അങ്ങനെ കുറേ ആചാരങ്ങളൊക്കെ അവിടെ ചെയ്യുകയാണ്. ദുർവേ സമേ സമാസ്തീര്യ വിധിവത് മന്ത്രപുരസ്കൃതം അഗ്നിം ആധായ തം വേദ്യം വിധിമന്ത്രം പൂർവകം ജുഹാവ അഗ്നോ മഹാതേജ വസിഷ്ഠോ മുനിപുംഗവ. തഥാ സീതാം സമാനീയ സർവാഭരണഭൂഷിതാം
സമക്ഷം അഗ്നി സംസ്ഥായ രാഘവ അഭിമുഖോ തഥാ അബ്രവീത് ജനകോ രാജ കൗസല്യ ആനന്ദവർദ്ധനം. ആ ഒരു നിമിഷത്തിൽ ജനകൻ സീതാദേവിയെ എല്ലാ ആഭരണാഭൂഷിതയായിട്ട് ആ ദേവിയെ നേരെ രാമൻ്റെ മുഖാമുഖം നിർത്തി അഗ്നിയുടെ സമക്ഷത്തിൽ. എന്നിട്ട് ജനകൻ രാമനോട് ഇങ്ങനെ പറയുകയാണ്, കൗശല്യയുടെ ആനന്ദം നൽകുന്നവൻ, കൗശല്യ ആനന്ദവർദ്ധനം. ആര്? ശ്രീരാമചന്ദ്രമൂർത്തി. ഇയം സീത മമ സുത സഹധർമ്മചരിതവ. ഇയം സീത പ്രതീക്ഷാ ച ഏനം ഭദ്രം തേ പാണിം ഗൃഹണീശ്വ പാണിന. പാണിഗ്രഹണമാണ്. അന്നേരം ഭഗവാന്റെ കൈകൾ കന്യാദാനമായിട്ട് കൊടുക്കുകയാണ്. ഇതെൻ്റെ സീത, എൻ്റെ മകൾ. അങ്ങ് പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണ് അവൾ. ഭദ്രമായിട്ട് നോക്കണം, എപ്പോഴും സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും ശുഭമുഹൂർത്തം ശ്രീരാമ ഭഗവാന്റെ കൈകളിൽ സീതാദേവിയുടെ കൈ സ്പർശിക്കുകയാണ്. ഇതിൽ പരം ശുഭകരമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അങ്ങനെ സീതാദേവിയുടെ കരങ്ങൾ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കൈകളിൽ കൊടുക്കുകയാണ് ജനക മഹാരാജ്. പതിവ്രത മഹാഭാഗ ഛായ ഇവാനുഗത സദാ ഇതി ഉത്വാ പ്രാക്ഷിപിത രാജ മന്ത്രം ഭൂതം ജലം തഥാ. അതിനുശേഷം ജലമൊക്കെ കൊടുത്തു. സാധു സാധു ഇതി ദേവാനാം ഋഷീനാം വദതാം തഥാ ദേവദുന്ദുഭി നിർഘോഷ പുഷ്പവർഷം മഹാനഭൂത്. ഇത്രയും ശുഭകരമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഒരു കാഴ്ചയില്ല. സീതാദേവി ഭഗവാന്റെ കാര്യങ്ങൾ പിടിക്കുകയാണ്. അങ്ങനെ ഏവം ദത്വാ സുതാം സീതാം മന്ത്ര ഉതക പുരസ്കൃതാം അബ്രവീത് ജനകോ രാജ ഹർഷേണ പരിപ്ലുത. എല്ലാവർക്കും വലിയ ആനന്ദമായി, ദേവന്മാർക്കും എല്ലാ ത്രിലോകങ്ങളിലുള്ള എല്ലാവർക്കും. ലക്ഷ്മണാഗച്ഛ ഭദ്രം തേ ഊർമിളാം ഉദ്യതാമയ പ്രതീക്ഷാപാണിം ഗൃഹണീഷ്മാ ഭൂത്കാലസ്യ പര്യ. അങ്ങനെ ഊർമിളാദേവിയെ ലക്ഷ്മണനും വിവാഹം കഴിച്ചു, ലക്ഷ്മണസ്വാമി. അന്നേരം വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവത് നിശ്ചയമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നടക്കാറുള്ളത്. ഭഗവത് നിശ്ചയമായിട്ട് നടക്കുന്ന വിവാഹമൊക്കെ എല്ലാം കൊണ്ടും മംഗളകരമാണ്. അടുത്ത തമേവമുത്വാ ജനകോ ഭരതം ച അഭിഭാഷത് ഗ്രഹാണപാണിം മാണ്ഡവ്യ മാണിന രഘുനന്ദന. എന്നിട്ട് ജനകൻ ലക്ഷ്മണ സ്വാമിയടുത്ത് പറഞ്ഞു, എന്നിട്ട് ഭരത സ്വാമിയടുത്തും എന്നിട്ട് മാണ്ഡവിയുടെ കരങ്ങൾ സ്വീകരിക്കൂ എന്ന് ഭരതനോടും പറഞ്ഞു. ഭരതസ്വാമിയടുത്തും ശത്രുഘ്നാം ച അഭിധർമാത്മബ്രവീത് മിഥിലേശ്വര ശത്രു ശ്രുതകീർത്തേ മഹാബാഹോ പാണിം ഗരീഷപാണിന. ആ ജനക മഹാരാജാവ് ശത്രുഘ്നോടും പറഞ്ഞു. ശ്രുതകീർത്തിയുടെ കരങ്ങൾ ശത്രുഘ്നും കൊടുത്തു. സർവേ ഭവന്ത സൗവ്യാച സർവേ സുചരിതവ്രത പത്നിഭി സന്തു കാകുതസ്ഥ മാ ഭൂത്കാലസ്യ പര്യയ. രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന, നിങ്ങളെല്ലാവരും നിർമ്മല ഹൃദയരാണ്, ഏറ്റവും സത്സ്വഭാവികളാണ്, ഏറ്റവും സത്ചിന്തകളുള്ള ആ കാകുടസ്ഥ പരമ്പരയിൽ വരുന്നവരാണ്. ഇനി ബാക്കിയുള്ള ചടങ്ങുകൾ നടക്കട്ടെ എന്ന് പറഞ്ഞു ജനകൻ ആ ഒരു വരന്മാരോടെല്ലാവരോടും. ജനകസ്യ വചാ ശ്രുത്വാ പാണീൻ പാണിഭീയ സ്പൃശൻ ചത്വാരചേ ചതസ്മൃണാം വസിഷ്ഠസ്യ മതേ സ്ഥിതാ അഗ്നിം പ്രദക്ഷിണാം കൃത്വാ വേദീം രാജാനം ഏവ ച ഋഷീണാ ചൈവ മഹാത്മൻ സഹ ഭാര്യ രഘുധ്വാ തഥാ ഉക്ത്വേന തഥാ ചക്രു വിവാഹം വിധിപൂർവകം. അങ്ങനെ എല്ലാ ചടങ്ങുകളും കറക്റ്റായിട്ട് നടന്ന് അങ്ങനെ വിവാഹം മംഗളകരമായിട്ട് നടക്കുകയാണ്. ഇനി അടുത്ത ആൾ വരികയാണ് അല്ലേ, പരശുരാമൻ്റെ എൻട്രി. അതാരാജ്യാമിതായം വിശ്വാമിത്രോ മഹാമുനി ആപൃഷ്ട്വാ തോവ രാജനോ ജഗാമുത്തരപർവതാം. ആ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം രാത്രിയായ ദിവസം തുടങ്ങുമ്പോൾ വിശ്വാമിത്രൻ പോവാൻ തീരുമാനിച്ചു.
അങ്ങനെ ഹിമാലയ സാനുക്കളിലേക്ക് പോകാൻ തീരുമാനിക്കുക. വിശ്വാത്രോ രാജാ വൈദേഹം മിഥിലാദ്വിതാം അഭൃഷ്ട്വാ ഇവം ജഗാമാശു രാജ ദശരഥപുരീം അഥ രാജവിദേഹാനാം തഥാ കന്യോദരം ബഹു ഗവാം ശതസഹസ്രാണി ബഹുനികുലേശ്വര. അങ്ങനെ ഒരുപാട് ദാനധർമാദികളൊക്കെ ചെയ്യുകയാണ് ജനക മഹർഷി. ഹിരണ്യസ്യ സുവർണസ്യ മുക്താനാം വിദ്രുമസ്യ ച ദൗ രാജ സംസൃഷ്ടകന്യധനം മനുത്തമം തത്വാ ബഹുവിധം രാജ സമന്യാ പർവിതം പ്രവിവേശ സ്വനിലയം മിഥിലാം മിഥിലേശ്വര. രാജാഭി അയോധ്യ അധിപതി സഹപുത്രോ മഹാത്മഭി ഋഷീനാം സർവം പുരസ്കൃത്യ ജഗാംസ ബല അനുഘ. അങ്ങനെ ദശരഥ മഹാരാജാവ് അവരും നാല് മക്കളോടും ചേർന്ന് എല്ലാവർക്കും ദാനധർമാദികൾ. ഭൗമാചൈവ മൃഗാ സർവേ ഛന്തി സ്വയം ദക്ഷിണാം താൻ ദൃഷ്ട്വാ രാജശാർദൂലോ വസിഷ്ഠം രജേ അസൗ ദക്ഷിണൈ ഘോരാ മൃഗാ ചാപീവ ദക്ഷിണ കിമിദം ഹൃദ്യ ഉത്കമ്പി മനോമം വിഷിദതി. രാജ്ഞോ ദശരഥസ്യേതശ്രുത്വാ വാക്യം മഹാൻ ഋഷി ഉവാച മധുരം വാണീം ശ്രൂയതാമസ്യ യത്ഫലം ഉപസ്ഥിതം ഭയം ഘോരം ദിവ്യം പക്ഷി മുഖാച്യുതം മൃഗ. തേഷാം സമ്പദാം തത്ര വായു പ്രദുർഭൂവ കമ്പയൻ മേദിനീം സർവാം ബാധയൻ ച മഹാൻ ധ്രുവൻ. ഇങ്ങനെ ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നു. വലിയൊരു കൊടുങ്കാറ്റ് വരുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ എന്തോ വരുന്നു. ഭൂമിയെല്ലാം ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. മരങ്ങളൊക്കെ വീഴാൻ പോകുന്നു. എന്തോ വലിയ അപകടം വരുന്നതായിട്ട്. തമസാ സംവൃത സൂര്യ സർവേന വേദിഷുരു ദിശ ഭസ്മന ചാവൃതം സർവം സമൂഢം ഇവ തദ്ബലം. എല്ലായിടത്തും എന്തോ വലിയ അപകടം വരുന്നതായിട്ട് തോന്നുന്നു. വസിഷ്ഠ ഋഷയാ ച അന്യേ രാജാ തു സസുത തഥാ സസപ്യ ഇവ തത്രാസൻ സർവം അന്യത് വിജേതനം. അങ്ങനെ എല്ലാ തമ്മിൽ ചർച്ചകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. തസ്മിൻ തമസി ഘോരേ തു ഭസ്മം ഛന്ന ഇവ സാചമോ ദദർശ ഭീമസംകാശം ജടാമണ്ഡലധാരിണം ഭാർഗവം ജമദഗ്നേ അയം രാജരാജ വിമർദ്ദനം കൈലാസമിവം ദുർദർശം കാല അഗ്നിം ഇവ ദുസ്സഹം ജ്വലം തം ഇവ തേജോവി ദൂരു നിരീക്ഷ്യാ പൃഥഗ്ജനൈ സ്കന്ധേ ചാസജ്യ പരശും ധനു വിദ്യുതഗണപമം പ്രഗ്രഹ്യ ശരം ഉഗ്രം ച ത്രിപൂരഗ്നം യഥാശിവം. ആളെത്തി അല്ലേ? അങ്ങനെ നോക്കിയപ്പോൾ വലിയൊരു ഇരുട്ട് അന്ധകാരത്തിൽ നിന്ന് വരുന്ന ഒരു വലിയൊരു ശക്തനായിട്ടുള്ള ജമദഗ്നി മകനെ കണ്ടു, ഭാർഗവരാമനെ. എല്ലാ രാജാക്കന്മാരെയും തുടച്ചു നീക്കി അദ്ദേഹം വലിയൊരു ആപത്ത് പോലെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. വളരെ ജഡധാരിയായിട്ട് കൈലാസം മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി അല്ലേ? വലിയ അഗ്നി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന പോലെ. കയ്യിൽ മഴു, അതുകൂടാതെ വലതു ഭാഗത്തായിട്ട് വില്ലും അമ്പുമുണ്ട്. മുഖത്താണെങ്കിൽ വലിയ ഒരു ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെ പോലെ. കയ്യിലൊരു അസ്ത്രം പിടിച്ചിട്ടുണ്ട്. ഇപ്പം അസ്ത്രം കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്, അസ്ത്രം തൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രീതിയിലൊരു നോട്ടവും. ത്രിപുരാന്തകനായിട്ട് മഹാദേവൻ നിൽക്കുന്ന പോലെയായിരുന്നു പരശുരാമൻ്റെ ആ നിപ്പ്. തം ദൃഷ്ട്വാ ഭീമസംകാശം ജ്വലന്തം ഇവം പാവകം വസിഷ്ഠപ്രമുഖാബ്രോ ജപഹോമപരായണ സംഗതാമുനിയാ സർവ സഞ്ജൽപു അധോമിധ. ഇതെല്ലാം കണ്ടപ്പോൾ വസിഷ്ഠമുനി, ബാക്കിയുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരും എല്ലാവരും ഭയപ്പെട്ടു തുടങ്ങി. എന്താണ് കചിത് പിത്രവമിഷൈ ക്ഷത്രിം ച ഉത്സാദിഷ്യതി പൂർവം ശത്രവധം കൃത്വാ ഗതമന്യു ഗതജ്വര ശത്രസ്യ ഉത്സാദനം ഭൂയോ ന ഖലു അസ്യ ചികീർഷിതം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ആ ക്ഷത്രിയന്മാരെ വധിച്ചത് വീണ്ടും ക്ഷത്രിയന്മാരെ ഉന്മൂലന നാശനം ചെയ്യാനായിട്ട് വന്നതാണോ എന്ന് തോന്നുന്നു. അവരെല്ലാവരും തമ്മിൽ സംസാരിച്ചു തുടങ്ങി. കചിത് പിത്രപദം മർഷി ശത്രം ന ഉത്സാദിഷ്യതി പൂർവം ശത്രവധം കൃത്വാ ഏവമുത്വാ അധൈര്യം ആദായ ഭാർഗവം ഭീമദർശനം ഋഷിയോ രാമ രാമ ഇതി മധുരം വാക്യം അബ്രുവൻ.
രാമ, ഭാർഗവരാമ, എന്താണ് അങ്ങ് ഇത്രയും കോപിതനായിട്ടിരിക്കുന്നത്? പ്രതിഗൃഹ്യാതു താമപൂജാം ഋഷിദത്താം പ്രതാപവാൻ രാമം ദാശരഥീം രാമോ ജാമദഗ്നോഭ്യഭാഷത്. ഇങ്ങനെയുള്ള ആദരവൊക്കെ ലഭിച്ചപ്പോൾ ജമദഗ്നി പുത്രനായിട്ടുള്ള രാമൻ ദശരഥ രാമനോട് സംസാരിക്കാൻ തുടങ്ങി. രാമദാശരഥേ വീരവീര്യം തു ശ്രൂയതേ അദ്ഭുതം ധനുഷോ ഭേദനം ചൈവ നിഖിലേന മയാ ശ്രുതം. രാമ, ദശരഥപുത്രനായിട്ടുള്ള രാമ, നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു അല്ലേ? ആ ശിവധനുഷ് നീ ഇത്രയ്ക്ക് വളരെ എളുപ്പത്തിൽ പൊട്ടിച്ചു അല്ലേ? എന്നിട്ട് താടകയെ വധിച്ചത് ഞാൻ കേട്ടിരിക്കുന്നു. തദദ്ഭുതം അചിന്യം ച ഭേദനം ധനുഷ തഥാ തശ്രുത്വാ അഹം അനുപ്രാപ്തോ ധനുർഗ്രഹ്യ പരം ശുഭം. ആ ഒരു ശിവധനുഷനെ നീ പൊട്ടിച്ചത് വളരെ അത്ഭുതകരവും ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും അത്ഭുതകരമാണ്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ധനുഷുമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഇനി പൊട്ടിക്കാൻ ഒരെണ്ണം കൊണ്ട് ഞാൻ തരാം, ഇത് പൊട്ടിക്കുന്നത് നോക്കട്ടെ എന്ന് പറയും. തദ് ഇതം ഘോര സംഘാഷം ജാമദഗ്ന്യം മഹദ്ധനു പുര്യസ്വചരേണൈവ സ്വബലം ദർശ്യസ്വച. അതും ജമദഗ്നിയിലൂടെ ലഭിച്ചതാണ്. ഇതും നിന്റെ ചെവിയുടെ അടുത്ത് വരെ ഞാനൊന്ന് വലിച്ച്, പൊതുവേ ചെവിയുടെ അവിടം വരെ നമ്മൾ വലിക്കുന്നതിൻ്റെ അർത്ഥം അത്രയും തീവ്രമായിട്ടാണ്. പൊതുവേ ആ ഒരു എന്താ പറയുന്നത്, ഞാണ് വലിക്കുമ്പോൾ എത്രത്തോളം പുറമോട്ട് വലിക്കുന്നു അത്രത്തോളം ഹാൻഡ് പവർ വേണം. അതും കൂടാതെ അസ്ത്രം അത്രയ്ക്ക് ചീറിപ്പാഞ്ഞ് മുന്നോട്ട് പോകുന്നുള്ളത്, അത്രയും ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ പുറമോട്ട് ചെവി വരെ, പ്രത്യേകിച്ച് ഈ ശൈവചാപം വലിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ല? അത് കുറച്ച് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ വലിക്കാൻ പറ്റും. ഇത് ഇവിടം വരെ വലിച്ചെന്നുള്ളതാണ്. അതങ്ങ് വൈറലായി ന്യൂസ് അല്ലേ? വാട്സാപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായി. അങ്ങനെ അതൊക്കെ അറിഞ്ഞിട്ട് പരശുരാമൻ നേരെ മുന്നോട്ട് വരികയാണ്. വലിയ രീതിയിൽ നീ ചെവി വരെ ഇങ്ങനെ കുലച്ചു എന്ന് കേട്ടു, ഇതൊന്ന് കുലച്ച് കാണിക്കൂ, അസ്ത്രം തൊടുത്തൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു. എന്തിനാണ് വെറുതെ അല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഭഗവാൻ ഒതുങ്ങിയിരിക്കുമ്പോഴത്തേക്ക് സിംഹത്തിൻ്റെ മടയിൽ ചെന്നിട്ടല്ലേ, തസ്യ തദ്വചനം ശ്രുത്വാ രാജാ ദശരഥ തഥാ വിഷന്ന വദനോ ദീന പ്രാഞ്ജലി വാക്യമബ്രവീത്. ഭാർഗവരാമൻ്റെ ഈ വർത്തമാനമെല്ലാം കേട്ടപ്പോൾ ദശരഥ മഹാരാജ പാവം ഒരുപാട് വിഷമത്തോടു കൂടി കൈകൾ കൂപ്പി സംസാരിച്ചു തുടങ്ങി. ശത്രരോഷാത് പ്രശാന്ത ത്വം ബ്രാഹ്മണ ച മഹാതപ ബാലാനാം മമ പുത്രാണാം അഭയം ദാതുമർഹസി. അഭയം നൽകണം എൻ്റെ പുത്രന്, പാവം കുട്ടിയല്ലേ അല്ലേ? അറിയാതെ സംഭവിച്ചതാണ് അല്ലേ? അറിയാതെയാണ് വില്ലൊടിക്കുന്നത്. ഭാർഗവനാം കുലേ ജാത സ്വാധ്യായ വൃതശാലിനാം സഹസ്രാക്ഷേ പ്രതിജ്ഞായ ശാസ്ത്രം പ്രശതിമനസി. അങ്ങ് ഭാർഗവ വംശത്തിൽ വരുന്ന ആളല്ലേ, വേദങ്ങളൊക്കെ പഠിച്ചിരിക്കേണ്ട ആൾ, എന്തിനാണ് വെറുതെ ഇങ്ങനെ ക്ഷത്രിയന്മാരുടെ പുറമേ നടക്കുന്നത്? എല്ലാ അസ്ത്രങ്ങളും അതൊക്കെ മാറ്റി വെച്ചതല്ലേ? അങ്ങ് ഇന്ദ്രന് വാക്ക് കൊടുത്തല്ലേ ഇനി മേലെ അസ്ത്രം തൊടത്തില്ലെന്ന്. പിന്നെ എന്തിനാണ് അങ്ങ് വാക്ക് തെറ്റിക്കുന്നത്? നമ്മളെ വേദനിപ്പിക്കാനായിട്ട്. സ്വത്തം ധർമ്മപരോ ബുദ്ധ്വ. ഇതിൽ നമുക്ക് ദശരഥ മഹാരാജാവിൻ്റെ ആ ഭഗവാനോടുള്ള സ്നേഹം, വാത്സല്യം അതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടെൻഷനാണ് പാവത്തിന്, രാമൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. കാശ്യപ്യാവസുധരാം തത്വ വനം ഉപഗമ്യ മഹേന്ദ്രകൃതകേതന. അങ്ങ് സമാധാനമായിട്ട് ആ ഒരു മന്ദാര പർവ്വതത്തിൽ ഇരിക്കുക, മഹേന്ദ്ര പർവ്വതത്തിൽ ഇരിക്കുകയല്ലാതെ എന്തിനാണ് ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നത്? അല്ല, ഇത്രയും ദൂരത്ത് വന്നിട്ട് എന്തിനാണ് കഷ്ടപ്പെടുന്നത്? കശ്യപൻ ഈ ഭൂമിയെല്ലാം കൊടുത്തതല്ലേ? അത് എന്നിട്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കാട്ടി പോയതല്ലേ? എന്നിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഇത് ഞാൻ കുറച്ച് രസത്തിൽ പറയുന്നതാണ്. മമ സർവം വിനാശായ സംപ്രാപ്തം ത്വം മഹാസ്മുനെ നച്ച ഏകാസ്മിൻ ഹതേ രാമേ സർവജീവാഭേ. കാരണം യഥാർത്ഥത്തിൽ
പുറമേ ദശരഥ മഹാരാജാവ് ഇങ്ങനെയൊക്കെ പറയും, ഉള്ളിൽ ഇങ്ങനെയാണ് ചിന്തകൾ. ഇത് വല്ല ആവശ്യമുണ്ട് ഇങ്ങനെയൊക്കെ വരണ്ടേ? കാരണം രാമനോടുള്ള ഒരു വാത്സല്യം, സ്നേഹം, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത അങ്ങയുടെ മുമ്പിൽ ആർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? അങ്ങ് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ലോകം മുഴുവൻ തീരും. രാമ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാറാണ്? രാമനില്ലെങ്കിൽ നമ്മളതാരും ഇല്ല. അതുകൊണ്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുവാണ്. ബ്രുവതീയേവം ദശരഥേ ജാമദഗ്ധ്യ പ്രതാപവാൻ അനാദിത്യ തു തദ്വാക്യം രാമം ഏവ അഭ്യഭാഷത. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭാർഗവരാമൻ ദശരഥ മഹാരാജാവിൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. പറഞ്ഞതൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ല. എന്നിട്ട് ദാശരഥിയായിട്ടുള്ള രാമൻ്റെ അടുത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. ഇമേ ദ്വേ ധനുഷി ശ്രേഷ്ഠേ ദിവ്യലോകേ പൂജിതേ ദൃഢേ ബലവതി മുഖ്യേ സുഹൃദേ വിശ്വകർമ്മണ. ഇത് രണ്ടും അതിശക്തമായിട്ടുള്ള രണ്ട് വില്ലുകളാണ്. ദേവന്മാരാൽ, വിശ്വകർമാവിനാൽ രചിതമാണ് ഈ ഒരു വില്ല്. ഇത് വളരെ സ്പെഷ്യലാണ്. ഒന്ന് നീ ഒടിച്ചതും മറ്റേത് എൻ്റെ കയ്യിലിരിക്കുന്നതും. അനുസൃഷ്ടം സുരേകം ത്രയംബകായുത്സവേ ത്രിപുരഗ്നമം നരശ്രേഷ്ഠ ഭഗ്നം കാകുതസ്തത്വയ. ത്രയംബകം എന്ന് പറയുന്ന ഒരു വില്ല് മഹാദേവന് കൊടുത്തിരുന്നു. ആ ത്രിപുരാന്തകനായിട്ട് ഇരിക്കുന്ന സമയത്ത് അത് വെച്ചിട്ടാണ് മഹാദേവൻ ത്രിപുരാസുരന്മാരെ നശിപ്പിച്ചത്. ഇതം ദ്വിതീയം ദുർദർശം വിഷ്ണോർദത്തം സുരോത്തമൈ. പക്ഷെ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന വില്ല് ആർക്കും കാണാൻ പോലും പറ്റാത്തതാണ്. തത് ഇതം വൈഷ്ണവം രാമം ധനു പരപുരം ജയം സമാനസാരം ഗാകുസ്ത്യ രൗദ്രേണ ധനുഷാതു ഇതം. ഇതാണ് രണ്ടാമത്തത്. ഇതും ദേവന്മാർക്ക് വളരെ ആദരണീയനായിട്ടുള്ള ഒരു വില്ലാണ്. ഇത് വൈഷ്ണവ ശാപം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് രുദ്രൻ്റെ ആ ഒരു വില്ലിനെ പോലെ തന്നെ ശക്തമാണ്. തഥാ തു ദേവതാ സർവോ പൃച്ഛന്തി സ്മ പിതാമഹം ശിതികണ്ഠശ്ച വിഷ്ണു ച ബല അബല നിരീക്ഷയ അഭിപ്രായം തു വിജ്ഞായ ദേവതാനാം പിതാമ വിരോധം ജനയാമാസ തയോ സത്യവതാംബര. ഒരിക്കൽ ബ്രഹ്മദേവനോട് എല്ലാ ദേവന്മാരും ചോദിച്ചു, ശിവനും വിഷ്ണുവിൽ നിന്നും ആരാണ് ഏറ്റവും ശക്തൻ എന്ന് പറഞ്ഞപ്പോൾ അന്നേരം ദേവന്മാരുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് ഈ ഒരു ശക്തി പ്രദർശനത്തിനായിട്ടുള്ള ഒരു ഇത് വെച്ചു. വിരോധേതോ മഹദ്യുദ്ധം അഭവത് രോമഹർഷണം ശിതികണ്ഠശ്ച വിഷ്ണു ച പരസ്പരം ജയേഷിന. അന്നേരം രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന രണ്ട് മഹായുദ്ധം നടന്നു. മഹാദേവനും വിഷ്ണുവായിട്ട് രണ്ടുപേരും ജയത്തിന് വേണ്ടി തന്നെ നല്ല ടഫ് യുദ്ധം നടക്കുകയായിരുന്നു. തഥാ തു ജംബിതം ശൈവം ധനു ഭീമപരാക്രമം ഹൂമകാരേണ മഹാദേവ സ്തംഭിതോ അത ത്രിലോചന. സൗണ്ട്, ആ ഹും എന്ന് പറയുന്ന ആ ശബ്ദം, ഭഗവാന്റെ ആ ഒരു വില്ലിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം, ആ ഒരു ശബ്ദത്തിൽ തന്നെ മഹാദേവൻ ഫ്രീസായി പോയെന്നാണ് പറയുന്നത്. സ്തംഭിത. ഭഗവാന്റെ ആ ഒരു ശബ്ദത്തിൻ്റെ മുമ്പിൽ മഹാദേവന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ദൈവേ തഥാ സമാഗമ്യ സഋഷി സന്ധൈ സചാരിണോ യാചിതോ പ്രശ്മം തത്ര ജംഗുമത്വോ സുര ഉത്തമോ.
അവരെല്ലാവരും അവർ രണ്ടുപേരും ആ ഒരു വില്ലിനെ എടുത്തു. ജൃംഭിതം തദ്ധനു ദൃഷ്ട്വാ ശൈവം വിഷ്ണു പരാക്രമേ അധികം മേനിരേ വിഷ്ണും ദേവസാരുഷ്ണീനാഥത. അന്നേരം ഭഗവാന്റെ ആ ഒരു വില്ലിൻ്റെ ആ ഒരു ശക്തിയുടെ മുമ്പിൽ, ഭഗവാന്റെ ആ ഒരു വില്ലിൽ നിന്ന് വരുന്ന മഹാഘോര യുദ്ധം നടന്നു. അവസാനം ഭഗവാന്റെ വില്ലിൽ നിന്നൊരു ശബ്ദത്തിൽ, അതിഘോരമായിട്ടുള്ള ഒരു അസ്ത്രത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൽ തന്നെ മഹാദേവൻ ഫ്രീസായി പോയെന്നാണ് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഭഗവാൻ വിഷ്ണുവിൻ്റെയാണ് അതീശത്വത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു. ധനുരുദ്ര തു സംസ്കൃദ്ധോ വിദ്യേഷു മഹായശ ദേവരാതസ്യ രാജ ഋഷേ തദോഹസ്തേ ച സയാഗമം. അന്നേരം മഹാദേവനെ കുറച്ച് വിഷമമായി. അങ്ങനെ ആ മഹാദേവൻ ആ വില്ലെടുത്ത് എൻ്റെ അസ്ത്രമൊക്കെ മാറ്റിവെച്ച് വിദേഹ രാജ്യത്തിൻ്റെ ദേവരാജന് അത് കൊടുക്കുകയാണ്. ഇതം ച വൈഷ്ണവം രാമധനു പരംപുരം ജയം ഋചികേ ഭാർഗവേ പ്രാതാത് വിഷ്ണു സേനസമുത്തമം. രാമ, ഇതാണ് ആരും ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു വൈഷ്ണവചാപം, ഋചികന് കൊടുത്ത. ഋചികത്തു മഹാതേജ പുത്രസ്യ പ്രതികർമ്മണ പിതു മമ ദദൗ ദിവ്യം ജമദഗ്നി മഹാത്മന. അങ്ങനെ ആ ഒരു പരമ്പരയിൽ വന്ന് ജമദഗ്നി എൻ്റെ അച്ഛൻ എനിക്ക് തന്ന നസ്തേ ശസ്ത്രേ പിതരീ മേ തപോബല സമന്വിതേ അർജുനോ വിദദേ മൃത്യോം പ്രാകൃതാം ബുദ്ധിമമസ്ഥിത. ആ കാർത്തിവീരാർജുനനെ, എൻ്റെ അച്ഛനെ വധിച്ചപ്പോൾ അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാം പുനർജീവിപ്പിക്കുകയും അതിനുശേഷം അദ്ദേഹം പോവുകയും വദം പരപ്രതിരൂപം തോ പീതാ ശ്രുത്വാ സുദാരുണം ശത്രം ഉത്സാദേ ദ്രോഷാത് ജാതം അനേകശ പൃഥ്വീം ച അഖിലാം പ്രാപ്യ കാശിപായ മഹാത്മനെ യജ്ഞസ്യാന്തേ തഥാ രാമം ദക്ഷിണം പുണ്യകർമ്മണേ ദത്വാ മഹേന്ദ്രനിയതപോബല സമന്വിത. അങ്ങനെ അതെല്ലാം കേട്ടപ്പോൾ, എൻ്റെ അച്ഛനെ വധിച്ചു എന്ന് കേട്ടപ്പോൾ കോപം കൊണ്ട്, ദേഷ്യം കൊണ്ട് 37 പ്രാവശ്യം ഭൂമി മുഴുവൻ ചുറ്റി ഭൂമിയിൽ നിന്നും എല്ലാവിധ ക്ഷത്രിയന്മാരെയും തുടച്ചു നീക്കി. അതിനുശേഷം അങ്ങനെ മുഴുവൻ ഭൂമണ്ഡലവും പിടിച്ചതിന് ശേഷം അത് കശ്യപന് ദാനമായിട്ട് കൊടുത്തു. ഇപ്പം ഞാൻ മഹേന്ദ്ര പർവ്വത്തിൽ തപസ്യ അനുഷ്ഠിച്ചിരിക്കുമായിരുന്നു. വദം പ്രതിരൂപം തു പീതാ ശ്രുത്വാ തു ദാരുണം ശത്രം ഉത്സാദയൻ രോഷാത് ജാതം അനേകശ പൃഥ്വീം ചാഖിലാം പ്രാപ്യ കാശിപായ മഹാത്മനെ യജ്ഞസ്യാന്തേ തഥാ രാമം ദക്ഷിണാം പുണ്യകർമ്മണേ ദത്വാ മഹേന്ദ്രനിലയാ തപോബല സമന്വിത. ശ്രുത്വാ തു ധനുഷോ ഭേദം തതോ അഹം ധൃതാമഗത തത് ഏവം വൈഷ്ണവം രാമ പിതൃപൈതാമഹം ശത്രുധർമ്മം പുരസൂകൃത്വാ ഗൃഹിണീഷ്വ ധനുരുത്തമം. അന്നേരം ശൈവചാപം മുറിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞാൻ ഉടനെ എത്തിയതാണ്. രാമ, ഇത് നീ ഒന്ന് കുലച്ചു കാണിക്കൂ. എൻ്റെ പരമ്പരയിൽ എനിക്ക് ലഭിച്ച ഒരു വില്ലാണ്. എങ്ങനെയാണോ ശൈവ ചാപം കുലച്ചു കാണിച്ചത് അതേപോലെ അങ്ങ് ഇതൊന്ന് കുലച്ചു കാണിക്കൂ എന്ന് പറഞ്ഞു. യോജയസ്വാദനുശ്രേഷ്ഠേ ശരം പരപുരം ജയം യതി ശക്ത ആസികാകുതസ്ഥ ദ്വന്ദ്വം ദാസ്യാമി തേ തഥാ. എന്നിട്ട് ഒരു ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അസ്ത്രം അയക്കൂ. അതിനുശേഷം നമ്മൾ തമ്മി നോക്കാം എന്ന് പറഞ്ഞു.
ശ്രുത്വാ തജ്ജാമദഗ്ന്യസ്യ വാക്യം ദാശരഥി തഥാ ഗൗരവാത്യന്ത്രിത കഥ പീതു രാമം അതബ്രവീത്. ഇത് ജമദഗ്നി രാമൻ്റെ കഥകൾ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ദാശരഥി രാമൻ വളരെ സൗമ്യത്തോടു കൂടി പറഞ്ഞു. കാരണം ദശരഥ മഹാരാജാവ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ യഥാർത്ഥ രീതിയിൽ മറുപടി കൊടുത്തേനെ. കൃതവാനസ്മി യത കർമാൻ ശ്രുതവാനസി ഭാർഗവ അരുരന്ധ്യാമഹേ ബ്രഹ്മൻ പിതൃ ആനൃണ്യം സ്ഥിത. ഭാർഗവരാമ, അങ്ങ് ക്ഷത്രിയ കുലത്തെ നശിപ്പിച്ചതായിട്ടും ഉന്മൂലന നാശനം വരുത്തിയതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ ആ ഒരു പിതൃ കർമ്മത്തിൽ നിന്ന് അങ്ങ് മോചിതനായതിൽ അതിനെക്കുറിച്ച് അറിഞ്ഞത് വളരെ സന്തോഷം. വീര്യഹീനം ഇവം അശക്തം ശത്രുധർമ്മേണ ഭാർഗവ അവജാനസ്യ മേ തേജ പശ്യ മേ അഗ്നി പരാക്രമം. ഭഗവാൻ പറയും, ഭാർഗവരാമ, അങ്ങനെ ഇതിനു മുമ്പേ കുറേ ക്ഷത്രിയന്മാരെ കണ്ടു, അതിലൊന്നും ഈ രാമനില്ല. അതുകൊണ്ട് അവരൊക്കെ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. ഇനി എൻ്റെ ശക്തി നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞിട്ട് ഭാർഗവൻ രാമൻ്റെ അടുത്ത് പറയുകയാണ്. ഇനി ഉത്വാ രാഘവ ക്രുദ്ധോ ഭാർഗവസ്യ പരായുധം ശരം ച പ്രതിജഗ്രാഹസ്താത് ലഘുപരാക്രമം. എല്ലാ ദുഷ്ടഹൃദയന്മാരുടെയും ജീവനെ ഹനിക്കുന്ന വളരെ ശക്തമായിട്ട് ഗാംഭീര്യത്തോടു കൂടി സംസാരിച്ചതിന് ശേഷം ആ വില്ലെടുത്ത് ഭഗവാൻ കുലയ്ക്കാൻ തുടങ്ങി. ഭാർഗവരാമൻ്റെ കയ്യിൽ നിന്ന് എടുത്തു. എന്നിട്ട് ആ വില്ല് ഒരു ബാണം അതിനകത്ത് എടുത്ത് വെച്ചിരുന്നു. അതോടുകൂടി അങ്ങ് എടുക്കുകയാണല്ലോ. ആരോപ്യ സാധനു രാമം ശരം സജ്ജം ചകാരഃ ജാമദഗ്ന്യം തതോ രാമം രാമക്രുദ്ധോ പ്രവേദിതം. എന്നിട്ട് ആ വില്ല് പിടിച്ചതിന് ശേഷം ആ ശരം ഇങ്ങനെ കുലച്ചു വെച്ചിരിക്കുകയാണ്. രാമൻ ലക്ഷ്യത്തിലേക്ക് നോക്കാൻ തുടങ്ങി. ഇനി പോക്കാണ്. പക്ഷെ എന്താണ് ലക്ഷ്യം എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ദാശരഥ രാമൻ ജമദഗ്നി രാമനോട് ചോദിച്ചു. ഇതാണ് കളിച്ച് കേന്ദ്രത്തിൽ കളിക്കാൻ തുടങ്ങി. ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല അല്ലേ? അതുകൊണ്ട് ഭാർഗവരാമൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് ഇത് പൊക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ആ വില്ലോടുകൂടി അങ്ങ് മേടിച്ചു, ശരത്തോടു കൂടി ഇങ്ങനെ അങ്ങ് മേടിച്ചു. എന്നിട്ട് എങ്ങോട്ട് അയക്കേണ്ടത് പറഞ്ഞോളൂ. ബ്രാഹ്മണോ അസീതി പൂജ്യോ മേ വിശ്വാമിത്ര കൃതേന ച തസ്മാത് ശക്തോ ന തേ രാമ മോക്തും പ്രാണഹരം ശരം. ഭാർഗവരാമ, അങ്ങ് ബ്രാഹ്മണനായാലും ശരി ആരാലും ശരി, അങ്ങയുടെ വിശ്വാമിത്രനായിട്ടുള്ള ബന്ധത്താൽ അങ്ങ് ആദരണീയനാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഈ അസ്ത്രം അയക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. നോക്കണേ, എത്ര നല്ലൊരു ഡോണ്ട ഭാഷയിലാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ നല്ല സ്റ്റൈലായിട്ടാണ് പറയുന്നത്. അങ്ങ് വലിയ ആളൊക്കെ ആയിരിക്കും. വിശ്വാമിത്രനോ എൻ്റെ ഗുരുവായിട്ടുള്ള വിശ്വാമിത്രനുമായിട്ട് നല്ല സൗഹൃദത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ രാമൻ ഒരിക്കൽ വില്ല് കുലച്ചു കഴിഞ്ഞാൽ എനിക്കിത് അസ്ത്രം അയക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇമാമ്പത് അന്നേരം പരശുരാമൻ വിചാരിച്ചു, അമ്മോ പെട്ടു. ഇമം വാ ത്വം ഗതിം രാമ തവോ ബല സമാർജിതാൻ ലോകാൻ അപ്രതിമാൻ വാ അപി ഹനിഷ്യാമി തദിച്ഛസി. ഭാർഗവരാമ, ഈ അങ്ങയുടെ മനസ്സിൻ്റെ വേഗതയിൽ അങ്ങ് ഒരുപാട് പുണ്യം ആർജിച്ചിട്ടുണ്ട്, തപോബലം ആർജിച്ചിട്ടുണ്ട്. അതോ അല്ലെങ്കിൽ അങ്ങയുടെ മനസ്സിൻ്റെ വേഗതയിൽ പോകുന്ന അങ്ങയുടെ സ്പീഡ്, മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അങ്ങ് പറയുന്നതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങേയായിട്ടുള്ളൊരു സൗഹൃദം എനിക്ക് എൻ്റെ
ഗുരുവായിട്ടുള്ളൊരു ബന്ധം കാരണം എനിക്ക് അങ്ങേ കൊല്ലാനും പറ്റത്തില്ല അല്ലേ. പക്ഷെ 2 ചോയ്സ്, 2 ഓപ്ഷൻ. ഒന്നീ അങ്ങയുടെ തപോബലം അല്ലെങ്കിൽ അങ്ങയുടെ വേഗത. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അങ്ങ് ചൂസ് ചെയ്യൂ എന്നാണ് പറയുന്നത് അല്ലേ. ഈ അല്ലാതെ പണ്ടത്തെ സിനിമയിൽ പറയുന്ന മരിക്കാൻ പോകുന്നവർക്ക് നിങ്ങളുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്. മലപ്പുറം കത്തി വേണോ, ബോംബ് വേണോ അല്ലേ, അതോ തോക്ക് വേണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഭഗവാൻ ചൂസ് ചെയ്യാൻ പറയുന്നതല്ല, ഇത് പറഞ്ഞതാണ്. കാരണം സാധാരണ വ്യക്തിയല്ല പറയുന്നത്, രാമനാണ് പറയുന്നത്. ഭാർഗവരാമനല്ല, ഇത് ദാശരഥി രാമനാണ് അല്ലേ. അന്നേരം പരശുരാമൻ വിചാരിച്ചു ഇത് കൊച്ചു കുട്ടി എന്നുള്ള രീതി വിചാരിച്ചു. എന്നിട്ട് ഇതൊന്ന് കൊലച്ച് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളത് സീരിയസ് ആയിട്ടെടുത്ത് അല്ലേ. ചുമ്മാ അസ്ത്രം പിടിച്ചിട്ട് പറയാൻ എങ്ങോട്ട് അയക്കണ്ടേ അല്ലേ. ഒരിക്കൽ അസ്ത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചു വയ്ക്കാനും പറ്റത്തില്ല. അങ്ങ് സുഹൃത്തൊക്കെ ആയിരിക്കും ശരി, പക്ഷേ എനിക്ക് അസ്ത്രം അയക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങേക്ക് 2 ഓപ്ഷൻ തരാം. നാഹി അയം വൈഷ്ണവോ ദിവ്യം ശരം പരുഞ്ജയ മോഹം പതിതി വീര്യവാൻ ബലദർപ്പം വിനാശന. വൈഷ്ണവ ചാപം, പിന്നെ ശൈവ ചാപം പൊക്കാൻ പറ്റി നിന്നെ കൊണ്ട് രാമ, പക്ഷെ വിഷ്ണു ചാപം ഒന്ന് പൊക്കി കാണിക്കൂ, ഇതാരെ കൊണ്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു. സാക്ഷാൽ 1000 വിഷ്ണു ചേരുമ്പോഴാണ് ശ്രീരാമ ഭഗവാൻ ഒരു വിഷ്ണുവിൻ്റെ ചാപം കാണിച്ച് രാമനെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. എന്താണ് വൈഷ്ണവ ചാപം രാമൻ്റെ മുമ്പിൽ? ഒന്നുമല്ല. ആ വിഷ്ണുവിൻ്റെ ആ ഒരു ബാണം കാണിച്ചുകൊണ്ട് ആരുടെയും ശത്രുക്കളുടെ എല്ലാം ഹൃദയത്തെ ഭേദിപ്പിക്കുന്ന, തോൽപ്പിക്കുന്ന, വീണ്ടും വീണ്ടും രാമൻ പറഞ്ഞു, ഈ ഒരു അസ്ത്രം തൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും വെറുതെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. വരായുധം തരം രാമം ദൃഷ്ടും സ ഋഷിഗണാസുര പിതാമഹം പുരസ്കൃത്യ സമേത തത്ര സർവശ ഗന്ധർവാപ്സരസാ ചൈവ സിദ്ധചാരണ കിന്നര യക്ഷരാക്ഷസാ നാഗാ ച തദ്ദൃഷ്ടം മഹദദ്ഭുതം. അങ്ങനെ എല്ലാവരും ആ ഒരു നിപ്പ് കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടിയായി ഇടാൻ തുടങ്ങി. ഗന്ധർവന്മാരും എല്ലാവരും അത് കണ്ടിട്ട് എല്ലാവരും, അതും ചെവി വരെ ഭഗവാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കാരണം അന്ന് ആ യുദ്ധം നടന്നതിന് ശേഷം പിന്നെ ഒരാൾ ഈ വില്ലിനെ കുലച്ച് കാണുന്ന ഇപ്പോഴാണ്. എന്നാലോചിച്ച് പോകണം. അന്നേരം ശ്രീരാമചന്ദ്രമൂർത്തി ഭഗവാന്റെ അവതാരം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി അയോധ്യയിൽ എപ്പോഴും ഉണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് ഗോലോക വൃന്ദാവനത്തിലുള്ളത്, ആ ഗോലോക വൃന്ദാവനത്തിന് അടുത്തായിട്ട് തന്നെ അയോധ്യയുണ്ട്. അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് എപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ നിന്നാണ് ഭഗവാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ലീലകളാടാൻ. അതുകൊണ്ടാണ് 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് രാമൻ്റെ ഒരു നാമം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 1000 എന്ന് പറയുന്ന ഒരു സംഖ്യ മാത്രമാണ്. കാരണം സംസ്കൃതത്തിൽ സഹസ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം എന്നാണ് അർത്ഥം. അതായത് എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അനേകം വിഷ്ണു രൂപങ്ങൾ വരുന്നത്, അതേപോലെ ശ്രീരാമ ഭഗവാനിൽ നിന്ന് എത്ര വിഷ്ണു രൂപങ്ങൾ പോലും വരാൻ പറ്റും. അന്നേരം ഭഗവാൻ ആരാണ്? രാമനും വിഷ്ണുവും വ്യത്യാസമാണോ? രാമൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണോ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഓഫീസിലില്ല, വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വേറൊരു മൂഡിലാണ്, ഓഫീസിൽ പോകുമ്പോൾ വേറൊരു മൂഡിലാണ്. അതേപോലെ ഭഗവാൻ വീട്ടിലിരിക്കുമ്പോൾ സാക്ഷാൽ കൃഷ്ണനും ശ്രീരാമ ഭഗവാനും ഒഫീഷ്യൽ മൂഡിൽ ലോകത്തിൻ്റെ പരിപാലനാർത്ഥം ഭഗവാൻ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ ഭഗവാൻ വിഷ്ണു രൂപം എടുക്കുകയാണ്. രണ്ടുപേരുടെ മൂഡിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടുപേരും ഭഗവാൻ തന്നെയാണ്, ഒരേ ആൾ തന്നെയാണ്, പക്ഷെ രണ്ടുപേരുടെയും ഭാവത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ വിഷ്ണു രൂപം എടുക്കുമ്പോൾ ഒരുപാട് രാമനെ പോലെ ശക്തി പ്രദർശനം ചെയ്യത്തില്ല, ഭഗവാൻ കൃഷ്ണനെ പോലെ പ്രദർശിപ്പിക്കത്തില്ല. അന്നേരം ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് വരുമ്പോൾ അത് വേറെ ഒരു ലെവലാണ്, അതുക്കും മേലെ. അതാണ് പറയുന്നത്. അന്നേരം ഈ ലോകത്തിൽ കാണുമ്പോൾ നമ്മൾ പൊതുവെ ബ്രഹ്മദേവന്റെ മുമ്പിലും ദേവന്മാരുടെ മുമ്പിലും അവർക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത് വിഷ്ണു രൂപത്തിൽ മാത്രമാണ്. അതുക്കും മേലെയുള്ള രൂപങ്ങളൊന്നും കണ്ടിട്ടില്ല. അന്നേരം പരശുരാമൻ ദാശരഥി രാമനായിട്ട് ഭഗവാനെ കണ്ടപ്പോൾ ഈ വിഷ്ണു ചാപം ഒന്ന് കുലച്ച് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ പുല്ലുപോലെയല്ലേ പിടിച്ചത്, പുല്ലുപോലെ വില്ല് പിടിച്ചു.
അന്നേരത്തേക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമായിരുന്നു. എല്ലാവരും ഷോക്കായിട്ട് ഇതെന്തോ ധാരാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് അയക്കേണ്ടത് അല്ലേ, എവിടെ അയക്കേണ്ടത്, ലക്ഷ്യം പറഞ്ഞില്ല. ഒന്ന് പിടിക്കാനേ പറഞ്ഞോളൂ, അതിനു മുമ്പേ ആൾ കൊലയ്ക്കാൻ തയ്യാറായി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഭഗവാന്റെ ലീലകൾ ആർക്കും കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. വരായുധം ധരം രാമം ദൃഷ്ടം സ ഋഷിഗണാസുര പിതാമഹം പുരസ്കൃത്യ സമേത തത്ര സർവശ ഗന്ധർവാപ്സരശ ചൈവ സിദ്ധചാരണ കിന്നരി. എല്ലാവരും എക്സൈറ്റഡായി ഭഗവാന്റെ ആ ഒരു ദൃശ്യം കണ്ടിട്ട്. ജഡീകൃതേ തഥാ ലോകേ രാമേവര ധനുർധരേ നിർവീര്യോ ജാമദഗ്ന്യോ അസോ രമോ രാമ ഉദേക്ഷത. അങ്ങനെ ഭഗവാൻ ആ വില്ല് കൊലിച്ച് കണ്ടപ്പോൾ ആ ജമദഗ്നിപുത്രൻ്റെ ഭാർഗവരാമൻ്റെ തപോബലെല്ലാം ഭഗവാൻ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റി എന്നുള്ളതാണ്. അത് നമ്മൾ വിചാരിക്കും രണ്ടുപേരും അവതാരമല്ലേ, പിന്നെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? രണ്ട് അവതാരത്തിന് വ്യത്യാസമുണ്ട്. പരശുരാമ ഭഗവാൻ ശക്തി ആവേശ അവതാരമാണ്, ഡയറക്റ്റ്ലി ഭഗവാനല്ല. ഒരു ജീവാത്മാവിൽ ഭഗവാന്റെ ശക്തികളെല്ലാം ആവേശിച്ച് വെച്ചിരിക്കുകയാണ്. അന്നേരം അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കുക. കാരണം അവരെല്ലാം അധർമ്മം ചെയ്യുകയായിരുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ, അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി. അന്നേരം ഭഗവാൻ ദേശകാലപാത്രം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് എത്ര ശക്തി പ്രദർശിപ്പിക്കണോ അത്രേ പ്രദർശിപ്പിക്കത്തുള്ളൂ. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ ഭഗവാൻ സ്വയം വരേണ്ട ആവശ്യമില്ല. ഒരു ജീവാത്മാവിൽ എല്ലാവിധ ശക്തികളും സന്നിവേശിപ്പിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ആ ഒരു ശക്തി പരശുരാമ ഭഗവാന്റെ ഉള്ളിൽ കൊടുത്തു, പരശുരാമൻ്റെ ഉള്ളിൽ കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ ശക്തിയാവേശ അവതാരമായി. ഇപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലായി ഇനി ശക്തിയാവേശത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ശക്തിയാവേശം തിരിച്ചെടുക്കുകയാണ്. തിരിച്ചെടുത്തപ്പോൾ ഭഗവാനെ കണ്ടു. സാക്ഷാൽ ശ്രീമദ് നാരായണൻ, ആദിനാരായണനാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇദ്ദേഹത്തിനോടാണോ ഞാൻ ഇങ്ങനെ പരീക്ഷണമൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് വളരെയധികം വിഷമിച്ചു അദ്ദേഹം. അങ്ങനെ വീണ്ടും തപസ്സിനായിട്ട് പോവുകയാണ്. ഇതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാൻ പറ്റിയത്. ഇനി സീതാസമേതനായിട്ട് ഭഗവാൻ അയോധ്യയിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് നമുക്കെല്ലാവർക്കും വിഷമം ജനിപ്പിക്കുന്ന ആ ഒരു മുഹൂർത്തം വരികയാണ്. ഭഗവാൻ കാട്ടിലേക്ക് പോവുകയാണ്. ദേവന്മാർ ത്രില്ലടിച്ചിരിക്കുകയാണ്. അയോധ്യവാസീതാ രാം രാം ദശരഥ നന്ദന രാം, അയോധ്യവാസീ രാം 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 ദശരഥ നന്ദന രാം. അന്നേരം അയോധ്യവാസിയായിട്ടുള്ള രാമൻ അയോധ്യ വിടുകയാണ്. സീതാദേവിക്കും വലിയ ത്രില്ലാണ്. കാരണം അയോധ്യയിലിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരും എന്നുള്ളതാണ്. രാമനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ആർക്കും. സീതാദേവിക്ക് പ്രൈവറ്റായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കാട്ടിലോട്ട് പോകുമ്പോൾ എന്താണ്, വേറെ ആരുടെയും ശല്യമില്ല. അതുകൊണ്ട് സീതാദേവി നല്ല ത്രില്ലായിട്ടിരിക്കുകയാണ്. അങ്ങനെ സീതാദേവി ഒരു പിക്നിക്കിന് പോകുന്ന രീതിയിലാണ് വനവാസം എന്ന് വിചാരിച്ചത്. പക്ഷെ ഭഗവാന്റേതായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്, കൊട്ടേഷൻ. രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കണം. അന്നേരം അതിനുള്ള ഇനി ഉച്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ ടപ്പാ ടപ്പാ ടപ്പാന്ന് അടിയാണ്. അടി, വെട്ട്, കുത്ത് എല്ലാവരെയും. ഭഗവാന്റെ ആ ഒരു ശൗര്യം, വീര്യം ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ് അല്ലേ. ഭഗവാന്റെ ആ ഒരു വീര്യം നമുക്ക് കാണാൻ പറ്റും. ആക്ഷൻ തുടങ്ങുകയാണ്. അന്നേരം ഉച്ചയ്ക്ക് കുറച്ച് ഇമോഷണൽ സീൻസ് ആയിരിക്കും. കാരണം ഭഗവാനിൽ നിന്ന് പിരിഞ്ഞ് എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുന്നത് അല്ലേ. അതുകൊണ്ട് ഉച്ചയ്ക്ക് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. എന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമചന്ദ്രമൂർത്തി കി ജയ, സീതാമയ്യ കി ജയ, ലക്ഷ്മണ വരദ ശത്രുഘ്ന സ്വാമി കി ജയ. നിതായ് ഗൗർ പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.